Dear students, ഈ വീഡിയോ ക്ലാസ്സിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക്ക് ക്യാപിറ്റൽ ബഡ്ജറ്റിങ്ങിൻ്റെ വേറൊരു മെത്തേഡാണ്. പ്രോഫിറ്റബിലിറ്റി ഇൻഡെക്സ് മെത്തേഡ് അല്ലെങ്കിൽ PI മെത്തേഡ് എന്ന് പറയും. ഇതിന് വേറൊരു പേര് കൂടെ പറയാറുണ്ട്, ബെനിഫിറ്റ് കോസ്റ്റ് റേഷ്യോ. ഓക്കെ, അപ്പോൾ എന്താണ് പ്രോഫിറ്റബിലിറ്റി ഇൻഡെക്സ് അല്ലെങ്കിൽ PI അല്ലെങ്കിൽ BC റേഷ്യോ അല്ലെങ്കിൽ ബെനിഫിറ്റ് കോസ്റ്റ് റേഷ്യോ? സോ ഇതും ഒരു മോഡേൺ മെത്തേഡ് ഓഫ് ക്യാപിറ്റൽ ബഡ്ജറ്റിങ്ങിൽ വരുന്നതാണ്. ഇവിടെ നമ്മൾ ക്യാഷ് ഇൻഫ്ലോസ് ആണ് കമ്പാരിസൺ അല്ലെങ്കിൽ അനാലിസിസ് പർപ്പസിന് വേണ്ടി ഉപയോഗിക്കുന്നത്. അതുപോലെ തന്നെ ഇവിടെ ടൈം വാല്യൂ ഓഫ് മണി നമ്മൾ എന്ത് ചെയ്യുന്നു, കൺസിഡർ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിനുള്ള ഒരു മെത്തേഡാണിത്. Then it is a time adjusted method for evaluating the investment proposal. Profitability index is also called as benefit cost ratio, അല്ലെങ്കിൽ simply BC ratio, B bar C, clear? B by C, benefit divided by cost എന്നുള്ള രീതിയിലാണ്. ഓക്കെ, അപ്പോൾ അതിനെ നമ്മൾ ബെനിഫിറ്റ് ഡിവൈഡ് ബൈ കോസ്റ്റ് ചെയ്യുമ്പോൾ നമുക്കൊരു ഇൻഡെക്സ് ആയിട്ട് കിട്ടും. അതാണ് പ്രോഫിറ്റബിലിറ്റി ഇൻഡെക്സ് എന്ന് പറയുന്നത്. ക്ലിയർ? അതുകൊണ്ടാണ് അതിനെ പ്രോഫിറ്റബിലിറ്റി ഇൻഡെക്സ് എന്ന് പറയുന്നത്. ക്ലിയർ? ഇവിടെ എന്താണ് ബെനിഫിറ്റ് കൊണ്ട് മീൻ ചെയ്യുന്നത്? ഒരു പ്രോജക്റ്റിലേക്ക് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ നിന്ന് കിട്ടുന്ന ക്യാഷ് ഇൻഫ്ലോസ്, ക്ലിയർ, അത് നമ്മളെ ബെനിഫിറ്റ്സ് ആണ്. ക്ലിയർ? എന്താണ് ഇവിടെ കോസ്റ്റ് എന്നുകൊണ്ട് മീൻ ചെയ്യുന്നത്? പ്രോജക്റ്റിലേക്ക് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ വേണ്ടി വരുന്ന ഇൻവെസ്റ്റ്മെൻറ്റ് എമൗണ്ട് ആണ് കോസ്റ്റ്. ക്ലിയർ? അപ്പോൾ കോസ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റ് എമൗണ്ട് ആണ്. അതിൽ നിന്നും കിട്ടുന്ന ലാഭം അല്ലെങ്കിൽ ക്യാഷ് ഇൻഫ്ലോസ്, അല്ലേ, അതെന്താ നമ്മളെ നെറ്റ് ക്യാഷ് ഇൻഫ്ലോസ് എന്ന് പറയുന്നത് നമ്മുടെ ബെനിഫിറ്റാണ്. അങ്ങനെയാണെങ്കിൽ ഈ കോസ്റ്റിൻ്റെയും ബെനിഫിറ്റിൻ്റെയും പ്രസൻറ്റ് വാല്യൂ കാൽക്കുലേറ്റ് ചെയ്തിട്ട് അതിന് റേഷ്യോ ആക്കി നമ്മൾ പറയുമ്പോൾ ബെനിഫിറ്റ് കോസ്റ്റ് റേഷ്യോ എന്ന് പറയും. ക്ലിയർ? BC റേഷ്യോ എന്ന് പറയും. ഇത് ബെനിഫിറ്റ് ഡിവൈഡ് ബൈ കോസ്റ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന വാല്യൂ, ക്ലിയർ, ചിലപ്പോൾ ഒന്നിനേക്കാളും കൂടുതലോ അല്ലെങ്കിൽ ഒന്നിനേക്കാളും കുറവോ ഒക്കെ ആയിരിക്കും. അപ്പം അങ്ങനെ വരുന്നുണ്ട് ഇതൊരു ഇൻഡെക്സ് ആയിട്ട്, എന്തിനുള്ള ഇൻഡെക്സ്? പ്രോഫിറ്റബിലിറ്റിയെ കുറിക്കുന്ന ഒരു ഇൻഡെക്സ് ആയിട്ട് നമ്മൾ ഒരു സൂചകമായിട്ട് ഉപയോഗിക്കുന്നു. അതുകൊണ്ട് അതിനെ പ്രോഫിറ്റബിലിറ്റി ഇൻഡെക്സ് അല്ലെങ്കിൽ PI എന്നൂടെ പറയും. അപ്പോൾ ഇതാണ് പ്രോഫിറ്റബിലിറ്റി ഇൻഡെക്സ് അല്ലെങ്കിൽ ബെനിഫിറ്റ് കോസ്റ്റ് റേഷ്യോ. അപ്പോൾ ഇതിന് വേറൊരു പേര് കൂടെ പറയാറുണ്ട്, ഡിസൈറബിലിറ്റി ഫാക്ടർ. ക്ലിയർ? സോ ഡിസൈറബിൾ ഫാക്ടർ ഈസ് എ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ പ്രസൻറ്റ് വാല്യൂ ഓഫ് ക്യാഷ് ഇൻഫ്ലോസ് ആൻഡ് പ്രസൻറ്റ് വാല്യൂ ഓഫ് ക്യാഷ് ഔട്ട് ഫ്ലോസ്. ക്ലിയർ? അപ്പോൾ ഇതിൻ്റെ ഒരു റേഷ്യോ ആണ് എന്ത് പറയണത്, ബെനിഫിറ്റ് കോസ്റ്റ് റേഷ്യോ അല്ലെങ്കിൽ ഡിസൈറബിലിറ്റി ഫാക്ടർ അല്ലെങ്കിൽ പ്രോഫിറ്റബിലിറ്റി ഇൻഡെക്സ്. എങ്ങനെയാണത് കാൽക്കുലേറ്റ് ചെയ്യുക? സോ സിംപ്ലി സ്പീക്കിംഗ്, അല്ലേ, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ പ്രസൻറ്റ് വാല്യൂ ഓഫ് ക്യാഷ് ഇൻഫ്ലോസ് നമ്മൾ ന്യൂമറേറ്റർ ആയിട്ട് എടുക്കുന്നു. ക്ലിയർ? പ്രസൻറ്റ് വാല്യൂ ഓഫ് ക്യാഷ് ഔട്ട് ഫ്ലോ ഡിനോമിനേറ്റർ ആയിട്ട് എടുക്കുന്നു. ക്ലിയർ? അപ്പോൾ ബെനിഫിറ്റ് ഇതിനെയാണ് മുകളിലുള്ളതിനെ നമ്മൾ ബെനിഫിറ്റ്സ് എന്ന് പറയും, താഴെയുള്ളതിനെ കോസ്റ്റ് എന്ന് പറയും. ക്ലിയർ? പ്രസൻറ്റ് വാല്യൂ ഓഫ് ക്യാഷ് ഇൻഫ്ലോസ്, clear, will be taken as a numerator in a fraction, and then present value of cash outflow will be taken as the denominator. Okay, so cash inflows are benefits and outflows are cost, and therefore it is called benefit cost ratio. So simply speaking, PI equal to present value of cash inflows divided by initial cash outlay. Clear? സാധാരണയിൽ ക്യാഷ് ഔട്ട് ഫ്ലോ നമുക്ക് ഒറ്റ വർഷത്തെ ഉണ്ടാവുള്ളൂ, അല്ലേ? ഇനീഷ്യൽ പീരീഡിൽ മാത്രമേ ഉള്ളൂ എങ്കിൽ ഇനീഷ്യൽ ക്യാഷ് ഔട്ട്ലേ മാത്രം എടുത്താൽ മതി. അല്ല, ഒന്നിൽ കൂടുതൽ പ്രാവശ്യം ക്യാഷ് ഔട്ട് ഫ്ലോ നമ്മൾ ചെയ്തിട്ടുണ്ടെങ്കിൽ വേറെ വേറെ പീരീഡിലാണെങ്കിൽ ഇപ്പോൾ നമ്മൾ പ്രസൻറ്റ് വാല്യൂ വേറെ കാൽക്കുലേറ്റ് ചെയ്യുന്നേ വേണം. ഇനി ഈ കാൽക്കുലേറ്റ് ചെയ്യുന്നതിന് നമ്മൾ പ്രോഫിറ്റബിലിറ്റി ഇൻഡെക്സ് ഗ്രോസ് എന്നാണ് പറയുക. ക്ലിയർ? ഇത് ഗ്രോസ് ആയിട്ടാണ് കിട്ടുക. ഓക്കെ, PI ഗ്രോസ് എന്ന് പറയും, പ്രോഫിറ്റബിലിറ്റി ഇൻഡെക്സ് ഗ്രോസ്. ക്ലിയർ? ദെൻ പ്രോഫിറ്റബിലിറ്റി ഇൻഡെക്സ് നെറ്റ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. ക്ലിയർ? അങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ നെറ്റ് എന്നുകൊണ്ട് മീൻ ചെയ്യുന്നത് ഒരു പെർസെൻറ്റേജ് രൂപത്തിൽ ഇതിനെ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും, എക്സ്ട്രാ റിട്ടേൺ എന്നുള്ള രീതിയിൽ ഇതിനെ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. അപ്പം അങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുന്നതിനെ പ്രോഫിറ്റബിലിറ്റി ഇൻഡെക്സ് നെറ്റ് എന്നാണ് പറയുക. അതെങ്ങനെയാണ് കണ്ടുപിടിക്കുക? ഇത് തമ്മിലുള്ള ഡിഫറൻസ് എടുക്കുകയാണെങ്കിൽ പ്രസൻറ്റ് വാല്യൂ ഓഫ് ക്യാഷ് ഇൻഫ്ലോ മൈനസ് പ്രസൻറ്റ് വാല്യൂ ഓഫ് ക്യാഷ് ഔട്ട് ഫ്ലോ ചെയ്യുകയാണെങ്കിൽ, ക്ലിയർ, നമുക്ക് കിട്ടുന്ന എന്തായിരിക്കും? നെറ്റ് PV, അല്ലേ? NPV ആയിരിക്കും കിട്ടുക. നെറ്റ് പ്രസൻറ്റ് വാല്യൂ ആണ് കിട്ടുക. അങ്ങനെ നെറ്റ് പ്രസൻറ്റ് വാല്യൂ കിട്ടിയിട്ടുണ്ടെങ്കിൽ, NPV കിട്ടിയിട്ടുണ്ടെങ്കിൽ NPV ഡിവൈഡ് ബൈ ഇനീഷ്യൽ ക്യാഷ് ഔട്ടിൽ, ക്ലിയർ, അത് ചെയ്യുകയാണെങ്കിൽ കിട്ടുന്ന വാല്യൂ നമ്മൾ PI നെറ്റ് എന്ന് പറയും. ക്ലിയർ? PI നെറ്റ് നമുക്ക് വേറെ രീതിയിലും കണ്ടുപിടിക്കാം. PI ഗ്രോസ് കണ്ടുപിടിച്ചിട്ടുണ്ടെങ്കിൽ, ക്ലിയർ, അതിൽ നിന്നും 1 മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടും? PI നെറ്റ് കിട്ടും. സോ PI നെറ്റ് ഈക്വൽ ടു PI ഗ്രോസ് -1.
ക്ലിയർ, അങ്ങനെ ചെയ്യാം. അല്ലെങ്കിലോ ഈ ഫോമുല ഉപയോഗിച്ച് ചെയ്യാം. NP ഡിവൈഡഡ് ബൈ പ്രസന്റ് വാല്യൂ ഓഫ് ക്യാഷ് ഔട്ട് ഫ്ലോ അല്ലെങ്കിൽ ഇനീഷ്യൽ ക്യാഷ് ഔട്ട് ലേ. ദെൻ അതല്ലെങ്കിൽ NPV നമ്മൾ എങ്ങനെയാ പറയുക? പ്രസന്റ് വാല്യൂ ഓഫ് ക്യാഷ് ഇൻ ഫ്ലോ മൈനസ് പ്രസന്റ് വാല്യൂ ഓഫ് ക്യാഷ് ഔട്ട് ഫ്ലോ ഡിവൈഡഡ് ബൈ പ്രസന്റ് വാല്യൂ ഓഫ് ക്യാഷ് ഔട്ട് ഫ്ലോ, അങ്ങനെയും എഴുതാം. അപ്പോൾ ഗ്രോസും നെറ്റും നമുക്ക് കണ്ടുപിടിക്കാവുള്ളൂ. ഇപ്പോൾ ഗ്രോസ് നമ്മൾ കിട്ടുകയാണെങ്കിൽ 1.1 അല്ലെങ്കിൽ 1.2, 1.3, 1.4 അങ്ങനെയുള്ള ഏതെങ്കിലും ഒരു വാല്യൂ ആയിരിക്കും കിട്ടുക. നെറ്റാണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ നമുക്ക് 0.2 അല്ലെങ്കിൽ 0.15 അല്ലെങ്കിൽ 0.3 ഇങ്ങനെയായിരിക്കും കിട്ടുക. ക്ലിയർ, ദാറ്റ് മീൻസ് 15%, 20% അല്ലെങ്കിൽ 30% ഇങ്ങനെ നമുക്ക് അസ്യൂം ചെയ്യാൻ പറ്റും. ക്ലിയർ, അപ്പോൾ റേറ്റ് ഓഫ് റിട്ടേണിൻ്റെ രീതിയിലേക്ക് ഇതിനെ മാറ്റുന്നതിന് വേണ്ടി ആണ് PI നെറ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ക്ലിയർ, അപ്പോൾ ഡെസിമലായിട്ട് അത് കിട്ടും. ആ ഡെസിമൽ നമ്മൾ 100 കൊണ്ട് മൾട്ടിപ്ലൈ ആണെങ്കിൽ നമുക്ക് പെർസെൻറ്റേജ് രൂപത്തിൽ റിട്ടേൺ മെഷർ ചെയ്യാൻ പറ്റും, പ്രോഫിറ്റബിലിറ്റി മെഷർ ചെയ്യാൻ പറ്റും. സോ ദ പ്രോഫിറ്റബിലിറ്റി ഇൻഡെക്സ്, നെറ്റ് പ്രോഫിറ്റബിലിറ്റി ഇൻഡെക്സ് ക്യാൻ ബി ഫൗണ്ട് ഔട്ട് ബൈ പ്രോഫിറ്റബിലിറ്റി ഇൻഡെക്സ് ഗ്രോസ് -1. ക്ലിയർ, അപ്പോൾ അതാണ് നേരത്തെ നമ്മൾ പറഞ്ഞത്. ഓക്കെ, സോ ദ പ്രപ്പോസൽ ഈസ് അക്സെപ്റ്റഡ് ഇഫ് ദി PI ഈസ് മോർ ദാൻ 1. ക്ലിയർ, നമ്മൾ പ്രോഫിറ്റബിലിറ്റി ഇൻഡെക്സ് ഗ്രോസ് കണ്ടുപിടിക്കുന്ന സമയത്ത് ഡിസിഷൻ ക്രൈറ്റീരിയ എന്താ? ഡിസിഷൻ ക്രൈറ്റീരിയ എന്ന് പറയുന്നത്, സോ PI ക്ലിയർ ഗ്രേറ്റർ ദാൻ 1 ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? അക്സെപ്റ്റ് ചെയ്യും. ക്ലിയർ, സോ പ്രോഫിറ്റബിലിറ്റി ഇൻഡെക്സ് ലെസ് ദാൻ 1 ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? റിജക്റ്റ് ചെയ്യും. ക്ലിയർ, സോ PI വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യുന്നു. ഒന്നിനേക്കാളും കൂടുതലാണ് കിട്ടുന്നതെങ്കിൽ നമുക്ക് പ്രോജക്റ്റ് അക്സെപ്റ്റ് ചെയ്യാം. PI വാല്യൂ ലെസ് ദാൻ 1 ആണെങ്കിൽ പ്രോജക്റ്റ് റിജക്റ്റ് ചെയ്യാം. ക്ലിയർ, എന്തുകൊണ്ടാണ് റിജക്റ്റ് ചെയ്യുന്നത്? PI വാല്യൂ ലെസ് ദാൻ 1 എപ്പോഴാണ് വരിക? ക്യാഷ് ഇൻഫ്ലോസ് കുറവും അല്ലേ, ക്യാഷ് ഔട്ട് ഫ്ലോ കൂടുതലായിട്ട് വരുമ്പോൾ. ക്ലിയർ, അപ്പോൾ നമ്മൾ ബെനിഫിറ്റ് കുറച്ചേ കിട്ടുന്നുള്ളൂ, കോസ്റ്റ് കൂടുതലാണ്. അപ്പോഴാണ് എന്ത് വരുന്നത്? ഫ്രാക്ഷൻ വരുന്നത്. ക്ലിയർ, ലെസ് ദാൻ 1 വരിക. അതുകൊണ്ട് ഇങ്ങനെയുള്ളൊരു പ്രോജക്റ്റ് നമ്മൾ അക്സെപ്റ്റ് ചെയ്തിട്ട് കാര്യമില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അതിനെ റിജക്റ്റ് ചെയ്യും. ക്ലിയർ, PI വാല്യൂ ഗ്രേറ്റർ ദാൻ 1 എപ്പോഴാണ് വരിക? പ്രസന്റ് വാല്യൂ ഓഫ് ക്യാഷ് ഇൻഫ്ലോ വളരെ കൂടുതലും ഔട്ട് ഫ്ലോ കുറവായിട്ട് വരുമ്പോൾ ഒന്നിനേക്കാളും കൂടുതലായിട്ടായിരിക്കും ഇത് വരിക. അപ്പോൾ ഗ്രേറ്റർ ദാൻ 1 അല്ലെങ്കിൽ ഈക്വൽ ടു 1 ആണെങ്കിൽ നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റും. ക്ലിയർ, സോ PI വാല്യൂ ഈസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1 ആണെങ്കിൽ വി വിൽ അക്സെപ്റ്റ് ഇറ്റ്. PI വാല്യൂ ക്ലിയർ ലെസ് ദാൻ 1 ആണെങ്കിൽ റിജക്റ്റ് ചെയ്യും. ഇതാണ് ഇതിൻ്റെ ഡിസിഷൻ ക്രൈറ്റീരിയ. ക്ലിയർ, ദിസ് ഈസ് ഇൻ ദ കേസ് ഓഫ് an ഇൻഡിപെൻഡൻറ്റ് പ്രോജക്റ്റ്. ക്ലിയർ, ഒരു മ്യൂച്വലി എക്സ്ക്ലൂസീവ് പ്രോജക്റ്റ് ആണെന്ന് വിചാരിക്കുക. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഇതും നോക്കണം. അതിന് പുറമെ ഏറ്റവും ഹയസ്റ്റ് PI വരുന്ന ഒരു പ്രോജക്റ്റ്, ക്ലിയർ, ദാറ്റ് ഈസ് ഗ്രേറ്റർ ദാൻ 1, ക്ലിയർ, വിച്ച് ഈസ് ഹാവിങ് ദ ഹയസ്റ്റ് PI, ഓക്കെ, വിൽ ബി അക്സെപ്റ്റഡ്. ഗ്രേറ്റർ ദാൻ 1 ഉള്ള ഹയസ്റ്റ് PI വരുന്ന ഏത് പ്രോജക്റ്റിനാണോ ആ പ്രോജക്റ്റിനാണോ നമ്മൾ മ്യൂച്വലി എക്സ്ക്ലൂസീവ് പ്രോജക്റ്റിൽ സെലക്ട് ചെയ്യുക. മ്യൂച്വലി എക്സ്ക്ലൂസീവ് പ്രോജക്റ്റ് മീൻസ് ആൾട്ടർനേറ്റീവ് പ്രോജക്റ്റ്. ക്ലിയർ, ഒന്നിൽ കൂടുതൽ പ്രോജക്റ്റ് ആൾട്ടർനേറ്റീവ് ഉണ്ടാവുകയും അതിൽ നിന്ന് ഒന്ന് മാത്രം തിരഞ്ഞെടുക്കേണ്ട വരികയും ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഈ രീതിയാണ് ഫോളോ ചെയ്യുക. ഇതിൻ്റെ കാൽക്കുലേഷൻ ഒക്കെ എന്താ? മെത്തഡോളജി ഓഫ് കാൽക്കുലേറ്റിംഗ് ഈസ് ആസ് സിമിലർ ടു ദാറ്റ് ഓഫ് NPV. ക്ലിയർ, നെറ്റ് പ്രസൻറ്റ് വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യുന്ന അതേ മെത്തഡോളജിയാണ്. ക്ലിയർ, ക്യാഷ് ഇൻഫ്ലോ നമ്മൾ ആദ്യം എടുക്കണം. ക്യാഷ് ഇൻഫ്ലോസിനെ പ്രസൻറ്റ് വാല്യൂയിലേക്ക് കൺവേർട്ട് ചെയ്യണം. പ്രസൻറ്റ് വാല്യൂ ഓഫ് ക്യാഷ് ഔട്ട് ഫ്ലോ നമ്മൾ എടുക്കണം. എന്നിട്ട് രണ്ടിനെയും തമ്മിൽ എന്ത് ചെയ്യണം? റേഷ്യോ ആക്കി മാറ്റണം. ക്ലിയർ, അപ്പോൾ കിട്ടുന്ന വാല്യൂ ആണ് PI വാല്യൂ എന്ന് പറയുന്നത്. ഇപ്പോൾ ഇവിടെ ഡിസ്കൗണ്ടിങ് തന്നെയാണ് ചെയ്യുന്നത്. ബാക്കിയുള്ള പ്രോസസ്സൊക്കെ സെയിം തന്നെയാണ്. ഫോർമുലയിൽ മാത്രം നമ്മൾ ന്യൂമറേറ്ററും ഡിനോമിനേറ്റർ ആക്കി മാറ്റി ഇതിനൊരു ഇൻഡെക്സ് അല്ലെങ്കിൽ റേഷ്യോൻ്റെ രൂപത്തിൽ കാണിക്കുന്നു. ക്ലിയർ, സോ ദാറ്റ് ഈസ് ദി പ്രസൻറ്റ് വാല്യൂ ഇൻഡെക്സ് മെത്തേഡ്. സോ അഡ്വാൻറ്റേജും ഡിസഡ്വാൻറ്റേജും ഇവിടെ കൊടുത്തിട്ടുണ്ട്. ദ മെത്തേഡ് ഈസ് സ്ലൈറ്റ് മോഡിഫിക്കേഷൻ ഓഫ് NPV മെത്തേഡ്. അല്ലേ, ചെറിയൊരു മോഡിഫിക്കേഷനേ ഉള്ളൂ. NPV നമ്മൾ അബ്സല്യൂട്ട് വാല്യൂവിലാണ് മെഷർ ചെയ്യുന്നത്. അല്ലേ, പ്രോഫിറ്റബിലിറ്റി എന്ന് പറയുന്നത് അബ്സല്യൂട്ട് വാല്യൂവിൽ നെറ്റ് പ്രസൻറ്റ് വാല്യൂ മെഷർ ചെയ്യുന്നു. അത് എമൗണ്ട് രൂപത്തിലാണ് നമുക്ക് കിട്ടുക. ഇവിടെ നമ്മൾ എന്ത് ചെയ്യുന്നു? അതിൽ ആ ലിമിറ്റേഷൻ ഒഴിവാക്കാൻ വേണ്ടി അതിനെ വേണമെങ്കിൽ പേഴ്സൻറ്റേജ് ആക്കി മാറ്റുന്നതിന് വേണ്ടി പ്രോജക്റ്റുകളൊക്കെ റാങ്ക് ചെയ്യുമ്പോൾ ചിലപ്പോൾ ആ മെത്തേഡ് സ്യൂട്ടബിൾ ആവില്ല. അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്യുന്നു? അതിനെ റാങ്കിങ് പർപ്പസിനൊക്കെ എളുപ്പമാക്കാൻ വേണ്ടി ഇങ്ങനെ ചെയ്യുന്നു. ഇത് ഇൻഡെക്സ് ആക്കി മാറ്റുന്നു, റേഷ്യോ ആക്കി മാറ്റുന്നു. ഓക്കെ, സോ നെറ്റ് പ്രസൻറ്റ് വാല്യൂ മെത്തേഡ് has one major drawback, and it is not easy to rank projects on the basis of this method. Clear, particularly when the cost of the projects are clear significantly differ. Clear,
പ്രോജക്റ്റിൻ്റെ കോസ്റ്റ് അല്ലെങ്കിൽ ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റ് എയും ബിയും സിയും 2-3 പ്രോജക്റ്റ് ഉണ്ടെങ്കിൽ ക്ലിയർ, ഇതിനെ റാങ്ക് ചെയ്യുന്ന സമയത്ത് എക്ക് 1 ലക്ഷം രൂപയുടെ കോസ്റ്റാണ് വരിക, ബിക്ക് 2 ലക്ഷം രൂപയുടെ കോസ്റ്റാണ്, സിക്ക് 3 ലക്ഷം രൂപയുടെ കോസ്റ്റാണ്. ഇങ്ങനെ ഡിഫറെൻറ്റ് അമൗണ്ട്സ് ഓഫ് കോസ്റ്റ് വരുന്ന ഇൻവെസ്റ്റ്മെൻറ്റ് വരുന്ന പ്രോജക്റ്റുകളെ നമ്മൾ റാങ്ക് ചെയ്യുമ്പോൾ നമ്മൾ സാധാരണ നെറ്റ് പ്രസൻറ്റ് വാല്യൂ മെത്തേഡ് അത്രയും സ്യൂട്ടബിൾ അല്ല. കാരണം അവിടെ അബ്സല്യൂട്ട് വാല്യൂലായിരിക്കും നമുക്ക് കിട്ടുക. ക്ലിയർ. അപ്പോൾ ഇവിടെ ചിലപ്പോൾ ചെറിയൊരു എമൗണ്ട് വരുന്നുള്ളതെന്നിട്ട് നമ്മൾ ഇതിനെ സെലക്ട് ചെയ്യും. പക്ഷേ 2 ലക്ഷം രൂപ കൂടുതൽ 1 ലക്ഷം രൂപ കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്യേണ്ടി വരും. ക്ലിയർ. അപ്പോൾ ആ രീതിയിൽ നമ്മൾ നോക്കുന്നില്ല. പക്ഷെ അതിനെ ഒഴിവാക്കാൻ വേണ്ടി ഇവിടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, എന്നെ ഇൻഡെക്സ് രൂപത്തിൽ കാണിക്കാൻ പറ്റും. സോ ഇൻ ഓർഡർ ടു ഇവാലുവേറ്റ് സച്ച് പ്രോജക്ട്സ് പ്രോഫിറ്റബിലിറ്റി ഇൻഡെക്സ് മെത്തേഡ് ഈസ് സ്യൂട്ടബിൾ. ക്ലിയർ. ഇവിടെ ഡിഫറെൻറ്റ് എമൗണ്ട്സ് വരുന്ന ഇൻവെസ്റ്റ്മെൻറ്റ് വരുന്ന പ്രോജക്റ്റുകളെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പ്രോഫിറ്റബിലിറ്റി ഇൻഡെക്സിൻ്റെ ബേസിസിൽ റാങ്ക് ചെയ്യാൻ പറ്റും. ക്ലിയർ. അപ്പോൾ അതുകൊണ്ട് തന്നെ സോ ഇറ്റ് ബിക്കം ആൻ അഡ്വാൻറ്റേജ്. ദെൻ ഡിസഡ്വാൻറ്റേജ് ഓഫ് ദീസ് മെത്തേഡ്സ് ആർ ആസ് ദോസ് ഓഫ് നെറ്റ് പ്രസൻറ്റ് വാല്യൂ മെത്തേഡ്. NPV മെത്തേഡിൻ്റെ എല്ലാ ലിമിറ്റേഷനും ഏതിനുണ്ട്, ഈ മെത്തേഡിനും ഉണ്ട്. ക്ലിയർ. സോ ഒരു പ്രോബ്ലം നോക്കാം, ഒരു ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. Initial cash outlay of a project is rupees 50,000. Clear. So this is initial outlay, means cash outflow, and it generates cash inflows of the rupees 20,000, 15,000, for 25,000 and 10,000 for 4 years. So estimated life of project is 4 years. 4 വർഷം കിട്ടുന്ന ഇൻഫ്ലോസ് തന്നിട്ടുണ്ട്. Okay. Then using the present value index method, appraise the profitability of the proposed investment assuming 10% ഡിസ്കൗണ്ട് റേറ്റ്. അപ്പോൾ നമ്മുടെ കട്ട് ഓഫ് റേറ്റ് എന്ന് പറയുന്നത്, റിക്വയർഡ് റേറ്റ് എന്ന് പറയുന്നത്, ക്യാപിറ്റലൈസേഷൻ റേറ്റ് എന്ന് പറയുന്നത് 10%. ഇതിന് പല പേരിലും അറിയപ്പെടുന്നു കേട്ടോ. കട്ട് ഓഫ് റേറ്റ് എന്ന് പറയാം, ഡിസൈഡ് റേറ്റ് എന്ന് പറയാം, റിക്വയർഡ് റേറ്റ് എന്ന് പറയാം, മിനിമം റിക്വയർഡ് റേറ്റ് ഓഫ് റിട്ടേൺ എന്ന് പറയാം, ക്യാപിറ്റലൈസേഷൻ റേറ്റ് എന്ന് പറയാം, കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ എന്ന് പറയാം. ഇങ്ങനെ ഒരു റേറ്റ് വെച്ചിട്ടാണ് നമ്മൾ ഇതിൻ്റെ ഡിസ്കൗണ്ടിങ് ഒക്കെ ചെയ്യുക. ക്ലിയർ. അപ്പോൾ അതിനു വേണ്ടി ഉപയോഗിക്കുന്നത് 10% ആണ്. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് ചെയ്യുക, നമ്മൾ പ്രസൻറ്റ് വാല്യൂ ആണ് ആദ്യം കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം എന്ത് ചെയ്യുന്നു, കാൽക്കുലേഷൻ ഓഫ് പ്രോഫിറ്റബിലിറ്റി ഇൻഡെക്സ് എന്ന് എഴുതി ഒരു സ്റ്റേറ്റ്മെൻറ്റ് വരയ്ക്കുന്നു. അല്ലെ അതിൽ പ്രസൻറ്റ് വാല്യൂ NPV കാൽക്കുലേഷൻ എന്നുള്ള ഇയർ കോളം, ക്യാഷ് ഇൻഫ്ലോസ്, പ്രസൻറ്റ് വാല്യൂ ഫാക്ടർ, പ്രസൻറ്റ് വാല്യൂ. ഓക്കെ. നമ്മൾ 1 to 4 വരെ നമ്മൾ എഴുതി, 4 വർഷത്തെയും ക്യാഷ് ഇൻഫ്ലോ എടുത്ത് എഴുതി. 10% പ്രസൻറ്റ് വാല്യൂ ഫാക്ടർ ടേബിൾ നോക്കിയിട്ട് നമുക്ക് എഴുതാൻ പറ്റും. ക്ലിയർ. അപ്പോൾ ടേബിൾ നോക്കി എഴുതുമ്പോൾ ടേബിൾ വാല്യൂ എങ്ങനെ വരിക, 0.909, 0.826, 0.751, 0.683. ക്ലിയർ. അങ്ങനെ 4 വർഷത്തേക്കും അതിൻ്റെ ടേബിൾ നോക്കി നമ്മൾ 3 ഡിജിറ്റ്സ് മാത്രമേ, 3 ഡെസിമൽ മാത്രമേ എടുത്തിട്ടുള്ളൂ. ക്ലിയർ. എന്നിട്ട് എന്ത് ചെയ്യും, നമ്മൾ ക്യാഷ് ആൻഡ് ഫ്ലോ ഇൻറ്റു പ്രസൻറ്റ് വാല്യൂ ഫാക്ടർ ചെയ്യുമ്പോൾ 18,180, 12,390, 18,775, 68,30. ക്ലിയർ. സോ ടോട്ടൽ ഈസ് 56,175. ഇത് ടോട്ടൽ പ്രസൻറ്റ് വാല്യൂ ഓഫ് ക്യാഷ് ആൻഡ് ഫ്ലോസ് ആണ്. ഇനി പ്രസൻറ്റ് വാല്യൂ ഓഫ് ക്യാഷ് ഔട്ട് ഫ്ലോ എത്രയാണ് കിട്ടിയിരിക്കുന്നത്, 50,000 രൂപ നേരത്തെ തന്നിട്ടുണ്ട്. ക്ലിയർ. മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, നെറ്റ് പ്രസൻറ്റ് വാല്യൂ കിട്ടും, NPV. ക്ലിയർ. NPV ഈക്വൽ ടു 6175, 6,175. ഓക്കെ. ദെൻ പ്രോഫിറ്റബിലിറ്റി ഇൻഡെക്സ് ഗ്രോസ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുക, പ്രസൻറ്റ് വാല്യൂ ഓഫ് ക്യാഷ് ഇൻഫ്ലോ ഡിവൈഡഡ് ബൈ പ്രസൻറ്റ് വാല്യൂ ഓഫ് ക്യാഷ് ഔട്ട് ഫ്ലോ ആണ്. ദാറ്റ് ഈസ് പ്രസൻറ്റ് വാല്യൂ ഓഫ് ക്യാഷ് ഔട്ട് ഇൻഫ്ലോ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് എത്രയാണ്, 56,175 ഡിവൈഡഡ് ബൈ ഔട്ട് ഫ്ലോ 50,000 രൂപ. സോ 1.1235 എന്നാണ് കിട്ടുക. ക്ലിയർ. സോ ദിസ് ഈസ് ആൻ ഇൻഡെക്സ്, പ്രോഫിറ്റബിലിറ്റി ഇൻഡെക്സ് അല്ലെങ്കിൽ ബെനിഫിറ്റ് കോസ്റ്റ് റേഷ്യോ. ഇനി ഇതിനെ ഗ്രോസ് ആക്കി, അല്ലെ ഇതിപ്പോൾ ഗ്രോസ് ആണ്, PI ഗ്രോസ് ആണ് അല്ലേ. ഇതിനെ നമ്മൾ നെറ്റാക്കി മാറ്റുമ്പോൾ എന്ത് ചെയ്യും, ഓക്കെ. അപ്പോൾ അവിടെ പ്രോജക്റ്റിൻ്റെ സെലക്ഷൻ നമ്മൾ നോക്കുകയാണെങ്കിൽ അല്ലേ, 1നേക്കാളും കൂടുതലായിട്ട് വരുന്നതുകൊണ്ട് 1.1235 ആണ്. അപ്പോൾ ഇറ്റ് ഈസ് PI ഈസ് ഗ്രേറ്റർ ദാൻ 1 ആണ് അല്ലേ. അപ്പോൾ ഗ്രേറ്റർ ദാൻ 1 ആയതുകൊണ്ട് ഇതിന് എന്ത് ചെയ്യാൻ പറ്റും, ഈ പ്രോജക്റ്റ് നമുക്ക് അക്സെപ്റ്റബിൾ ആണ്. ക്ലിയർ. നെറ്റ് കണ്ടുപിടിക്കാമെന്ന് വിചാരിക്കുക. നെറ്റ് എങ്ങനെ കണ്ടുപിടിക്കും, അതിൻ്റെ ഫോമിൽ നമുക്കറിയാം, NPV ഡിവൈഡഡ് ബൈ ക്യാഷ് ഔട്ട് ഫ്ലോ. NPV എത്രയാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തിരിക്കുന്നത്, 6175 ആണ് അല്ലേ. 56,175 മൈനസ് 50,000, അപ്പോൾ 61,075 കിട്ടും. ഡിവൈഡഡ് ബൈ 50,000 ചെയ്യുമ്പോൾ 0.1235. ക്ലിയർ. ഇതിനെ ഇൻറ്റു 100 ചെയ്ത് നോക്കൂ. അപ്പോൾ നമുക്ക് എത്ര കിട്ടും, 12.35% എന്ന് കിട്ടും. ക്ലിയർ. അപ്പോൾ ഇതിൻ്റെ പ്രോഫിറ്റബിലിറ്റിയുടെ പെർസെൻറ്റേജ് എത്രയാണ്, 12.35% കിട്ടും. ക്ലിയർ. സോ ദാറ്റ് ഈസ് 0.1235 മീൻസ് 12.35%. ക്ലിയർ. അപ്പോൾ ഇതാണ് പ്രോഫിറ്റബിലിറ്റി ഇൻഡെക്സ് നെറ്റ് എന്ന് പറയുന്നത്. ഇനി ഇത് തന്നെ നമുക്ക് വേറെ എങ്ങനെ കണ്ടുപിടിക്കാം അല്ലേ. നമ്മൾ നേരത്തെ ഒരു ഫോമുല പറഞ്ഞു, PI നെറ്റ് PI അല്ലേ ഈക്വൽ ടു
PI grows minus 1. PI grows എത്രയാ 1.1235 minus 1 ചെയ്ത് കഴിഞ്ഞാൽ എത്ര കിട്ടും 0.1235. ക്ലിയർ? അപ്പോഴും 12.35. ഓക്കെ, ഈ രീതിയിലും നമുക്ക് കണ്ടുപിടിക്കാം. സോ ദാറ്റ് ഈസ് ഗിവൺ. ക്ലിയർ? 1 മൈനസ് ചെയ്തു, ഗ്രോസിൽ നിന്നും 1 മൈനസ് ചെയ്തപ്പോൾ 0.1235. ഓക്കെ, സോ ഇങ്ങനെയാണ് പ്രോഫിറ്റബിലിറ്റി ഇൻഡെക്സിൽ ചെയ്യുക. ക്ലിയർ? ഇത് കുറച്ചുകൂടെ സിമ്പിളായിട്ടുള്ളൊരു മെത്തേഡാണ്. ഏതുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ മറ്റുള്ള മെത്തേഡായിട്ട് കമ്പയർ ചെയ്യണം. കാരണം ഇവിടെ പ്രസൻറ്റ് വാല്യൂ മാത്രം കണ്ടുപിടിച്ചാൽ മതി. ക്ലിയർ? നമുക്ക് അതിനെ ഇൻഡെക്സ് ആയിട്ട് വർക്കൗട്ട് ചെയ്യാൻ പറ്റും. സോ അനദർ ക്വസ്റ്റ്യൻ, എ കമ്പനി ഈസ് കൺസിഡറിങ് an investment proposal involving initial outlay of rupees 20 lakh. Clear? So this is cash outflow. Proposal has an expected life of 7 years and 0 salvage value. Clear? At the required rate of return of 12%, the proposal has a profitability index of 1.182. Clear? But a PA നമുക്ക് തന്നിട്ടുണ്ട്, required PA. Clear? So the proposal has a profitability. Then the PA already work out ചെയ്തിട്ട് 1.182. Means 18.2% extra percentage ഉണ്ട്. Then calculate the annual cash inflow. ഇതിനെ ബേസ് ചെയ്തിട്ടാണ് എന്ത് ചെയ്യണം, ആനുവൽ ക്യാഷ് ഇൻഫ്ലോ കാൽക്കുലേറ്റ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇപ്പം ആനുവൽ ക്യാഷ് ഇൻഫ്ലോ തന്നിട്ടില്ല, 7 years ആണ് പീരീഡ്. ക്ലിയർ? അപ്പോൾ ഈക്വൽ ക്യാഷ് ഇൻഫ്ലോ ആണ് നമുക്ക് വേണമെങ്കിൽ അസ്യൂം ചെയ്യാൻ പറ്റും. ക്ലിയർ? സോ ദ പ്രോഫിറ്റ് പ്രസൻറ്റ് വാല്യൂ ഓഫ് ആന്യൂറ്റി ഓഫ് ₹1 for 7 years at 12% ഡിസ്കൗണ്ട് റേറ്റ് എന്ന് പറയുന്നത് 4.5638 ആണ്. അപ്പോൾ ഇത് ടേബിൾ നോക്കിയിട്ടുള്ളൊരു വാല്യൂ ആണ്. 7ാമത്തെ വർഷത്തേക്ക് ക്ലിയർ 12% നിരക്കിൽ നമ്മൾ റേറ്റ് നോക്കുകയാണെങ്കിൽ കിട്ടുന്ന എത്രയാണ് 4.5638. ഇങ്ങനെയാണ് വാല്യൂ വരുന്നത്. ക്ലിയർ? PVAF, പ്രസൻറ്റ് വാല്യൂ ആന്യൂറ്റി ഫാക്ടർ. ഓക്കെ, അപ്പോൾ ഇത് തന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ എങ്ങനെയാണ് ഇത് കണ്ടുപിടിക്കുക? ഓക്കെ, നമുക്കറിയാൻ പറ്റും പ്രോഫിറ്റബിലിറ്റി ഇൻഡെക്സ് എന്ന് പറഞ്ഞാൽ എന്താ? പ്രോഫിറ്റബിലിറ്റി ഇൻഡെക്സ് ഈക്വൽ ടു പ്രസൻറ്റ് വാല്യൂ ഓഫ് ക്യാഷ് ഇൻഫ്ലോ ഡിവൈഡഡ് ബൈ പ്രസൻറ്റ് വാല്യൂ ഓഫ് ക്യാഷ് ഔട്ട്ഫ്ലോ ആണ്. ക്ലിയർ? ഇതിൽ നമുക്ക് എന്താ അവിടെ തന്നിരിക്കുന്നത്? 1.182. ക്ലിയർ? PI തന്നിട്ടുണ്ട്, എന്ത് തന്നിട്ടില്ല? ഇൻഫ്ലോസ് എത്രയാണ് തന്നിട്ടില്ല. ക്ലിയർ? പകരം എന്ത് തന്നിട്ടുണ്ട്? ഔട്ട്ഫ്ലോസും തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇതിനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാമെന്ന് വിചാരിക്കുക. സോ 1.182 ഈക്വൽ ടു പ്രസൻറ്റ് വാല്യൂ ഓഫ് ക്യാഷ് ഇൻഫ്ലോ ഡിവൈഡ് ബൈ 20 lakh എന്ന് കിട്ടും. ക്ലിയർ? അങ്ങനെയാണെങ്കിൽ പ്രസൻറ്റ് വാല്യൂ ഓഫ് ക്യാഷ് ഇൻഫ്ലോ നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും? അല്ലേ? ഇതിൻ്റെ റേഷ്യോ ആണ് ഇത്. അല്ലേ? ഈ റേഷ്യോ ആണ് ഇവിടെ തന്നിരിക്കുന്നത്. ക്ലിയർ? അപ്പം അങ്ങനെയാണെങ്കിൽ പ്രസൻറ്റ് വാല്യൂ ഓഫ് ക്യാഷ് ഇൻഫ്ലോ ഈസ് ഈക്വൽ ടു ക്ലിയർ പ്രസൻറ്റ് വാല്യൂ ഓഫ് ക്യാഷ് ഔട്ട്ഫ്ലോ അല്ലെങ്കിൽ ഇനീഷ്യൽ ക്യാഷ് ഔട്ട്ഫ്ലോ ഇൻറ്റു PI ചെയ്താൽ മതി. ക്ലിയർ? അപ്പോൾ PI കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന എത്രയാ? 20 lakh ഇൻറ്റു 1.182. 20 lakh into 1.182. Clear? That will give you a total inflow of 23,64,000. 23,64,000 രൂപ എന്ന് പറയുന്ന ഒരു ഇൻഫ്ലോ കിട്ടും. ക്ലിയർ? ശരി, ഇനി ഈ എമൗണ്ട് നമ്മൾ എങ്ങനെയായിരിക്കും സാധാരണ കണ്ടുപിടിച്ചിട്ടുണ്ടാവുക? അല്ലേ? ആന്യൂറ്റി ക്യാഷ് ഇൻഫ്ലോ ആണെങ്കിൽ നമുക്കറിയാം, അല്ലേ? പ്രസൻറ്റ് വാല്യൂ ക്യാഷ് ഇൻഫ്ലോ നമ്മൾ കണ്ടുപിടിക്കാൻ വേണ്ടി എന്ത് ചെയ്തിട്ടുണ്ടാവും? ആന്യൂറ്റി ഇൻറ്റു PVAF ആയിരിക്കും ചെയ്തിട്ടുണ്ടാവുക. ക്ലിയർ? ഇവിടെ ഈ എമൗണ്ട് ആണ് തന്നിരിക്കുന്നത്. എത്ര? 23 lakh, അല്ലേ? 64,000 എന്ന് പറയുന്നത് പ്രസൻറ്റ് വാല്യൂ ഓഫ് ക്യാഷ് ഇൻഫ്ലോ അത് തന്നിട്ടുണ്ട്. ആന്യൂറ്റി എത്രയാണെന്ന് നമുക്കറിയില്ല. പിന്നെ എന്ത് തന്നിട്ടുണ്ട്? അതിൻ്റെ പ്രസൻറ്റ് വാല്യൂ ഫാക്ടർ, ആന്യൂറ്റി ഫാക്ടർ തന്നിട്ട് 4.5638. അങ്ങനെയാണെങ്കിൽ അല്ലേ ഇതിനെ നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും? ആനുവൽ ക്യാഷ് ഇൻഫ്ലോ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. അല്ലേ? therefore ആനുവൽ ക്യാഷ് ഇൻഫ്ലോ ഈക്വൽ ടു പ്രസൻറ്റ് വാല്യൂ ഓഫ് ക്യാഷ് ഇൻഫ്ലോസ് ഡിവൈഡഡ് ബൈ പ്രസൻറ്റ് വാല്യൂ ആന്യൂറ്റി ഫാക്ടർ. ക്ലിയർ? അപ്പോൾ ആനുവൽ ക്യാഷ് ഇൻഫ്ലോ നമ്മൾ കണ്ടുപിടിക്കുമ്പോൾ പ്രസൻറ്റ് വാല്യൂ ഓഫ് പ്രസൻറ്റ് വാല്യൂ ഓഫ് ക്യാഷ് ഇൻഫ്ലോസ് ഡിവൈഡഡ് ബൈ ആന്യൂറ്റി പ്രസൻറ്റ് വാല്യൂ ആന്യൂറ്റി ഫാക്ടർ 4.5638 ചെയ്യുന്ന സമയത്ത് എത്ര കിട്ടും? 5,17,989.39 കിട്ടും. ക്ലിയർ? ഇങ്ങനെ അഥവാ ക്യാഷ് ഇൻഫ്ലോ ആനുവൽ ക്യാഷ് ഇൻഫ്ലോ തന്നിട്ടില്ല കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ നമുക്കിങ്ങനെ ഈ ഫോർമുല തന്നെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് എന്ത് ചെയ്യാൻ പറ്റും? കാൽക്കുലേറ്റ് ചെയ്തെടുക്കാൻ പറ്റും. ക്ലിയർ? ഇപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ? പ്രസൻറ്റ് വാല്യൂ ഓഫ് ടോട്ടൽ ക്യാഷ് ഇൻഫ്ലോ കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്താൽ മതി? ക്യാഷ് ഔട്ട്ഫ്ലോ ഇൻറ്റു PI ചെയ്താൽ മതി. ക്യാഷ് ഔട്ട്ഫ്ലോ ഇൻറ്റു PI. Clear? So cash outflow into PI will give you the present value of cash inflow. Clear? Annual cash inflow കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? Annual cash inflow equal to present value of cash inflow divided by present value annuity factor.
ഇനിയിപ്പോൾ ഈ ആനുവിറ്റി ഫാക്ടർ തന്നിട്ടില്ല എന്ന് വിചാരിക്കുക, ഇയർ തന്നിട്ടുണ്ടെന്ന് വിചാരിക്കുക. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, റേറ്റും തന്നിട്ടുണ്ടെന്ന് വിചാരിക്കുക 12%. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, 12%, 7% നോക്കിയാൽ മതി, 7 ഇയേഴ്സിലേക്ക് നോക്കിയാൽ മതി. അപ്പോൾ ഈ വാല്യൂ കിട്ടും. അപ്പം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആനുവൽ ക്യാഷ് ഇൻഫ്ലോ കാൽക്കുലേറ്റ് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഇങ്ങനെ നമുക്ക് പ്രോബ്ലത്തിൽ മിസ്സിംഗ് ആയിട്ടുള്ള ഇൻഫർമേഷൻ ഉണ്ട്, അത് കണ്ടുപിടിക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. ഓക്കെ, സോ ബെനിഫിറ്റ് കോസ്റ്റ് റേഷ്യോ അല്ലെങ്കിൽ പ്രോഫിറ്റബിലിറ്റി ഇൻഡെക്സ്, അതിൻ്റെ അഡ്വാൻറ്റേജസ് പോയിൻ്റായിട്ട് വേണമെങ്കിൽ നോക്കാം. നേരത്തെ ഒരു പാരഗ്രാഫ് പോലെ നോക്കിയതാണ്. അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണ്? ഇറ്റ് ഇസ് വെരി സയൻറ്റിഫിക് ആൻഡ് ലോജിക്കൽ. ക്ലിയർ, പെട്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അല്ലേ. ഇൻഡെക്സ് നോക്കിയിട്ട് പ്രോജക്റ്റുകളൊക്കെ റാങ്ക് ചെയ്യാനൊക്കെ എളുപ്പമായിരിക്കും. ക്ലിയർ, സോ ഇറ്റ് കൺസിഡേഴ്സ് ഫെയർ റേറ്റ് ഓഫ് റിട്ടേൺ അല്ലേ. PI നെറ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് നമുക്ക് റേറ്റ് ഓഫ് റിട്ടേൺ ആക്കി ഇത് മാറ്റാൻ പറ്റും. സോ ഇറ്റ് ഈസ് യൂസ്ഫുൾ ഇൻ കേസ് ഓഫ് ക്യാപിറ്റൽ റേഷനിങ്. ക്ലിയർ, അതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു അഡ്വാൻറ്റേജ് ആണ്. ഓക്കെ, ക്യാപിറ്റൽ റേഷനിങ് കൺസിഡറേഷൻ വരുമ്പോൾ എന്താ ക്യാപിറ്റൽ റേഷനിങ്, കുറച്ച് ക്യാപിറ്റൽ മാത്രം നമ്മുടെ കൈവശം, വളരെ കൂടുതൽ പ്രോജക്റ്റുകൾ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യാനുണ്ട്. ക്ലിയർ, അപ്പോഴാണ് നമുക്കൊരു ക്ലിയർ ലിമിറ്റഡ് എമൗണ്ട് ഓഫ് ക്യാപിറ്റലുള്ളൂ ബട്ട് ടു മച്ച് ആൾട്ടർനേറ്റീവ് ഫോർ ഇൻവെസ്റ്റ്മെൻറ്റ്. അങ്ങനെ വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, ഏറ്റവും പ്രോഫിറ്റബിൾ ആയിട്ടുള്ള രീതിയിൽ പ്രോജക്റ്റുകളെ റാങ്ക് ചെയ്യേണ്ടി വരും. ക്ലിയർ, ഏത് പ്രോജക്റ്റാണ് ഫസ്റ്റ് റാങ്ക്, ഏത് പ്രോജക്റ്റാണ് സെക്കൻഡ് റാങ്ക് നോക്കി നമ്മളെ അവൈലബിൾ ആയിട്ടുള്ള എമൗണ്ടിനനുസരിച്ച് എന്ത് ചെയ്യണം, റാങ്ക് ചെയ്തിട്ട് അതിലേക്ക് മാത്രം ഇൻവെസ്റ്റ് ചെയ്യണം. അങ്ങനെ ചെയ്യുന്ന ഒരു മെത്തേഡിനെ പറയുന്ന പേരാണ് ക്യാപിറ്റൽ റേഷനിങ്. ക്ലിയർ, സോ അണ്ടർ ക്യാപിറ്റൽ റേഷനിങ് സിറ്റുവേഷൻ പ്രോഫിറ്റബിലിറ്റി ഇൻഡെക്സ് ഈസ് എ ബെറ്റർ മെത്തേഡ്. ക്ലിയർ, കാരണം ഇവിടെ നമുക്ക് പ്രോജക്റ്റുകളെ റാങ്ക് ചെയ്യാൻ എളുപ്പമായിരിക്കും. അതുകൊണ്ട് തന്നെ പ്രോജക്റ്റിൻ്റെ റാങ്ക് ചെയ്ത ശേഷം അതിൻ്റെ ഒരു കോമ്പിനേഷനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഹയസ്റ്റ് ടോപ്പ് റാങ്ക് വരുന്ന കോമ്പിനേഷൻ നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ ലിമിറ്റ് അനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യാം, ലിമിറ്റ് ചെയ്യാം. ക്ലിയർ, സോ ദാറ്റ് ഈസ് വൈ ഓക്കെ ദിസ് പോയിന്റ് ദെൻ ഇറ്റ് ഈസ് വെരി യൂസ്ഫുൾ ടു കമ്പയർ ദി പ്രോജക്ട്സ് ഹാവിങ് ഡിഫറെൻറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ്സ്. ക്ലിയർ, പ്രോജക്റ്റിന് ഡിഫറെൻറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് എമൗണ്ട് ഉണ്ടാകുമ്പോൾ ഈ മെത്തേഡാണ് ഏറ്റവും നല്ലത്. ദെൻ ഇറ്റ് റിഫ്ലെക്ട്സ് ദ ടൈം വാല്യൂ ഓഫ് മണി. ക്ലിയർ, ഇതെന്ത് റിഫ്ലക്റ്റ് ചെയ്യുന്നു അല്ലേ, ഡിസ്കൗണ്ടഡ് റേറ്റ് ആണ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത്, ടൈം അഡ്ജസ്റ്റഡ് ആണ്. ക്ലിയർ, ഡിസ്കൗണ്ടഡ് ക്യാഷ് ഫ്ലോ മെത്തേഡാണ് ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് തന്നെ ടൈം വാല്യൂ ഓഫ് മണി കൺസിഡർ ചെയ്യുന്നു എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റും. ദെൻ ഇറ്റ് കൺസിഡേഴ്സ് ക്യാഷ് ഫ്ലോസ് ഡ്യൂറിങ് ദി എൻറ്റയർ ലൈഫ് ഓഫ് ദ പ്രോജക്റ്റ്. ക്ലിയർ, പ്രോജക്റ്റിൻ്റെ എക്കണോമിക് ലൈഫിൻ്റെ മുഴുവൻ ക്യാഷ് ഇൻഫ്ലോസ് ഇവിടെ എന്ത് ചെയ്യുന്നുണ്ട്, കൺസിഡർ ചെയ്യുകയും ടൈം വാല്യൂ കൺസിഡർ ചെയ്ത് അല്ലെ കാൽക്കുലേറ്റ് ചെയ്ത് അതിനെ പ്രസൻറ്റ് വാല്യൂ ആക്കി മാറ്റുകയും ചെയ്യുന്നുണ്ട്. സോ ദീസ് ആർ ഓൾ ദി അഡ്വാൻറ്റേജസ് ഓഫ് ദി PI method. Yeah, then disadvantages. This method is not in accordance with the accounting principles and concepts. Clear, ഇത് സാധാരണ ക്യാഷ് ഫ്ലോ ബേസ്ഡ് ആയിട്ടുള്ളൊരു മെത്തേഡാണ് അല്ലേ, അക്കൗണ്ടിങ് പ്രോഫിറ്റിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടുള്ളൊരു മെത്തേഡല്ല. ക്ലിയർ, ഇവിടെ ഇൻഡെക്സും പ്രോഫിറ്റബിലിറ്റി ഒക്കെ നമ്മൾ പറയുന്നുണ്ടെങ്കിലും ഇറ്റ് ഈസ് നോട്ട് അക്കൗണ്ടിങ് പ്രോഫിറ്റ്, ഇറ്റ് ഈസ് നോട്ട് ബേസ്ഡ് ഓൺ അക്കൗണ്ടിങ് പ്രോഫിറ്റ്. ക്ലിയർ, അത് ഇതിൻ്റെ ഒരു ലിമിറ്റേഷൻ ആയിട്ട് വേണമെങ്കിൽ നമുക്ക് പറയാം. ദെൻ ഇറ്റ് ഈസ് കമ്പാരിറ്റീവ്ലി ഡിഫിക്കൽട്ട് ടു അണ്ടർസ്റ്റാൻഡ് ആൻഡ് ഫോളോ അല്ലേ. നെറ്റ് പ്രസൻറ്റ് വാല്യൂവിനേക്കാളും അല്ലെങ്കിൽ നമ്മൾ നോൺ ഡിസ്കൗണ്ടഡ് മെത്തേഡായിട്ടുള്ള പേ ബാക്കിനെ കമ്പയർ ചെയ്യുമ്പോൾ ഇത് കുറച്ചുകൂടെ ഡിഫിക്കൽട്ടായിട്ടുള്ളൊരു മെത്തേഡാണ്. സോ ഇറ്റ് ഈസ് ഡിഫിക്കൽട്ട് ടു എസ്റ്റിമേറ്റ് ദ എഫക്റ്റീവ് ലൈഫ് ഓഫ് എ പ്രോജക്റ്റ്. പ്രോജക്റ്റിൻ്റെ എഫക്റ്റീവ് ലൈഫ് എസ്റ്റിമേറ്റ് ചെയ്യുന്നതിൽ പ്രോബ്ലം ഉണ്ട്. ഇതൊക്കെ നെറ്റ് പ്രസൻറ്റ് വാല്യൂ മെത്തേഡിനും ആപ്ലിക്കബിൾ ആണ്. ക്ലിയർ, അത് തന്നെ ഇവിടെയും നമുക്ക് ലിമിറ്റേഷനായിട്ട് പറയാം. ഇറ്റ് കെ നോട്ട് ബി യൂസ്ഡ് ഫോർ കമ്പയറിങ് ദോസ് പ്രോജക്ട്സ് ഹാവിങ് അൺഈക്വൽ ലൈഫ്സ്. ക്ലിയർ, ഡിഫറെൻറ്റ് പ്രോജക്റ്റ് ലൈഫുള്ള അല്ലേ, ഒരു പ്രോജക്റ്റിന് 5 വർഷം എക്കണോമിക് ലൈഫ്, വേറൊരു പ്രോജക്റ്റിന് 25 ഇയർ എക്കണോമിക് ലൈഫ്. ക്ലിയർ, ഇങ്ങനെയുള്ള 2 പ്രോജക്റ്റാണെന്ന് വിചാരിക്കുക. നമുക്കിവിടെ 5 വർഷത്തുള്ളൊരു പ്രോജക്റ്റുള്ള ഒരു പ്രോജക്റ്റിൻ്റെ പ്രോഫിറ്റബിലിറ്റി ഇൻഡെക്സ് കിട്ടിയത് 1.5 ആണ്. ക്ലിയർ, 25 വർഷത്തേക്ക് ലൈഫുള്ളൊരു പ്രോജക്റ്റിൻ്റെ പ്രോഫിറ്റബിലിറ്റി ഇൻഡെക്സ് കിട്ടിയത് 1.49 ആണെന്ന് വിചാരിക്കുക. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, 1.5 ഉള്ളതിനെ സെലക്ട് ചെയ്യും. പക്ഷേ 5 വർഷമേ കിട്ടുള്ളൂ. ഇതാണെങ്കിലോ 25 ഇയേഴ്സ് വരെ 1.49 നമുക്ക് ബെനിഫിറ്റ് കിട്ടും. ക്ലിയർ, അപ്പോൾ എക്സ്ട്രാ അത്രയും കൂടുതൽ കിട്ടും. ഈ രീതിയിൽ നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ ക്ലിയർ ലൈഫ് പീരീഡ് കമ്പയർ ചെയ്യുന്നില്ല എന്നുള്ളത് ഇതിൻ്റെ ഒരു ലിമിറ്റേഷനാണ്. ക്ലിയർ, സോ ഇറ്റ് ഈസ് നോട്ട് യൂസ്ഫുൾ വെൻ മെനി സ്മോൾ പ്രോജക്ട്സ് ഹാവിങ് ടു ബി അഗ്രിഗേറ്റഡ് ആൻഡ് കമ്പയർഡ് വിത്ത് ലാർജ് പ്രോജക്റ്റ്. ക്ലിയർ, അതുപോലെ തന്നെയാണ് ഇറ്റ് ഈസ് നോട്ട് യൂസ്ഫുൾ വെൻ അല്ലേ കുറേ ചെറിയ പ്രോജക്റ്റുകളെ കൂട്ടിച്ചേർത്തിട്ടാണ് നമുക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യേണ്ടതെങ്കിൽ. ക്ലിയർ, ആ സന്ദർഭത്തിലും ഇത് എന്ത് ചെയ്യേണ്ടി വരും, ഓരോ പ്രോജക്റ്റിനും ഡിഫറെൻറ്റ് PI ആയിരിക്കും. അതിനെയൊക്കെ കമ്പൈൻ ചെയ്യുക എന്ന് പറയുന്നത് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ക്ലിയർ,
അപ്പോൾ അതൊരു പ്രോബ്ലമാണ്. അവിടെയൊക്കെ NPV ആണ് നല്ല മെത്തേഡ്. കാരണം എല്ലാം കൂടെ ചേർത്തിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അഗ്രിഗേറ്റ് വാല്യൂ എത്രയുണ്ടെന്ന് നോക്കാൻ പറ്റും. ക്ലിയർ? ഓക്കെ. അപ്പോൾ ഇതൊക്കെ ഇതിൻ്റെ ഡിസഡ്വാൻറ്റേജ് ആണ്. ദെൻ കമ്പാരിസൺ ഓഫ് NPV ആൻഡ് പ്രോഫിറ്റബിലിറ്റി ഇൻഡെക്സ് തമ്മിലുള്ള കമ്പാരിസൺ നോക്കണം കേട്ടോ. സോ പ്രോഫിറ്റബിലിറ്റി ഇൻഡെക്സ് മെത്തേഡ് ഈസ് ബേസ്ഡ് ഓൺ ദി NPV മെത്തേഡ് അല്ലേ. അതിൻ്റെ തന്നെ ഒരു വേരിയൻ്റ് ആണ്. ഇവിടെ റേഷ്യോ ആയിട്ട് എടുക്കുന്നത് മാത്രമേ ഉള്ളൂ, ഇൻഡെക്സ് വർക്കൗട്ട് ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ. സോ ഇറ്റ് ഈസ് എൻ എക്സ്റ്റൻഷൻ ഓഫ് NPV മെത്തേഡ്. സോ ദർ ആർ സിമിലാരിറ്റീസ് ആൻഡ് ഡിഫറൻസസ്. സിമിലാരിറ്റീസ് എന്തൊക്കെയാണ് നോക്കാം ആദ്യം. ബോത്ത് സാറ്റിസ്ഫൈസ് പ്രിൻസിപ്പിൾ ഓഫ് ടൈം വാല്യൂ ഓഫ് മണി, both are discounted cash flow techniques, both will give you the same accept reject criteria or decision in most of the cases. ക്ലിയർ? ഇപ്പോൾ NPV ചെയ്താലും PI ചെയ്താലും മിക്കവാറും കേസിലൊക്കെ എന്താണ്, സെയിം റിസൾട്ട് തന്നെയാണ് കിട്ടുക. ക്ലിയർ? പക്ഷേ അൺഈക്വൽ എമൗണ്ട് വരുന്ന കേസസിൽ മാത്രം. ക്ലിയർ? ഒരു ഇൻവെസ്റ്റ്മെൻറ്റുകളുടെ ഡിഫറെൻറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് പ്രോജക്റ്റുകളുടെ എമൗണ്ടിൽ, ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റിൽ കുറേയധികം വലിയ വ്യത്യാസമുള്ള പ്രോജക്റ്റുകളാണ് നമ്മൾ കമ്പയർ ചെയ്യുന്നതെങ്കിൽ അപ്പോൾ NPV എടുക്കുന്നതും PI തമ്മിൽ ചിലപ്പോൾ വ്യത്യാസം വരാം. അതല്ലാത്ത കേസിലൊക്കെ എന്തായിരിക്കും, മിക്കവാറും രണ്ടിനും ഒരേ തരത്തിലുള്ള ഡിസിഷൻ ക്രൈറ്റീരിയ ആയിരിക്കും വരിക. ക്ലിയർ? ഓക്കെ. ദെൻ ഡിഫറൻസസ് നോക്കാം, എന്തൊക്കെയാണ് തമ്മിലുള്ള വ്യത്യാസം. സോ ദ NPV ഈസ് ആൻ അബ്സല്യൂട്ട് മെഷർ ഓഫ് ദി പ്രോജക്ട്സ് പ്രോഫിറ്റബിലിറ്റി ആൻഡ് പ്രോജക്റ്റ് അക്സെപ്റ്റബിലിറ്റി, whereas PI ഈസ് എ റിലേറ്റീവ് മെഷർ. വൈ ഇറ്റ് ഈസ് എ റിലേറ്റീവ് മെഷർ? ബിക്കോസ് ബെനിഫിറ്റ് ഡിവൈഡഡ് ബൈ കോസ്റ്റ്, ബെനിഫിറ്റിനെ കോസ്റ്റുമായിട്ട് നമ്മൾ കമ്പയർ ചെയ്തിട്ടാണ് എടുക്കുന്നത്. ക്ലിയർ? അപ്പോൾ അത്തരത്തിലുള്ളൊരു റിലേറ്റീവ്നെസ് ഉള്ളതുണ്ട്. റേഷ്യോ രൂപത്തിൽ കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഒരു റിലേറ്റീവ് മെഷറാണ്. ക്ലിയർ? ഇത് അബ്സല്യൂട്ട് മെഷറാണ്. ഇപ്പോൾ റേഷ്യോ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റും എത്രമാത്രം കോസ്റ്റിൽ നിന്നും ഇത് വ്യത്യാസപ്പെട്ടിരിക്കണമെന്ന് നമുക്കറിയാൻ പറ്റും അല്ലേ. സോ PI 1.5 എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ, ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റ് കഴിഞ്ഞ് 0.5 അല്ലേ, 50% എക്സ്ട്രാ കിട്ടുന്നു എന്നാണ് അർത്ഥം. ക്ലിയർ? അതുപോലെ 2.2 ആണെന്ന് വിചാരിക്കുക പ്രോഫിറ്റബിലിറ്റി ഇൻഡെക്സ്, നമുക്ക് എന്ത് പറയാൻ പറ്റും, കോസ്റ്റിൻ്റെ ഡബിൾ ആണ് നമ്മുടെ ബെനിഫിറ്റ് എന്ന് പറയാൻ പറ്റും. ക്ലിയർ? ഇങ്ങനെ ഒരു റിലേറ്റീവ് മെഷർ നമുക്ക് എടുക്കാൻ പറ്റും. പക്ഷേ NPV എന്ത് പറ്റില്ല. കാരണം എന്താ, അവിടെ 4536 അല്ലെങ്കിൽ 7527 ഇങ്ങനെയുള്ള ഒരു വാല്യൂ മാത്രമേ കിട്ടുള്ളൂ. അപ്പോൾ അത് നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ റിലേറ്റീവ് അല്ല, അബ്സല്യൂട്ടാണെന്ന് അർത്ഥം. അതെ. NPV and PI may give different evaluation results when the initial cost and monetary benefits are different. Clear? അപ്പോൾ ഇനീഷ്യൽ കോസ്റ്റ് വളരെയധികം വ്യത്യാസമായിട്ട് വരുന്ന അല്ലേ. നമ്മൾ പറഞ്ഞു ഒരു പ്രോജക്റ്റിന് 1 lakh, വേറൊരു പ്രോജക്റ്റിന് 5 lakh, വേറൊരു പ്രോജക്റ്റിന് 10 lakh, ഇങ്ങനെയൊക്കെ വരുന്ന പ്രോജക്റ്റ് നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ ക്ലിയർ NPVയും PIയും ചിലപ്പോൾ വേരിയേഷൻ വരും. ക്ലിയർ? ഡിസിഷനിൽ. ദെൻ ഇൻ ടൈംസ് ഓഫ് ക്യാപിറ്റൽ റേഷനിങ്, ക്ലിയർ, ക്യാപിറ്റൽ റേഷനിങ് സിറ്റുവേഷൻ വരുമ്പോൾ, ക്ലിയർ, പ്രത്യേകിച്ച് മ്യൂച്വലി എക്സ്ക്ലൂസീവ് പ്രോജക്റ്റ് ഒക്കെ ഡീൽ ചെയ്യുന്ന സമയത്ത് ക്യാപിറ്റൽ റേഷനിങ് എന്താണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞു അല്ലേ. ദർ ഈസ് ഓൺലി സ്കേഴ്സ് മണി ടു ഇൻവെസ്റ്റ് ഇൻ പ്രോജക്ട്സ്, ബട്ട് ദർ ആർ മെനി നമ്പർ ഓഫ് പ്രോഫിറ്റബിൾ പ്രോജക്ട്സ് അവൈലബിൾ. അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ക്ലിയർ. സോ ഇൻ ദാറ്റ് കേസ് വി നീഡ് ടു മേക്ക് ക്ലിയർ ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻ മോസ്റ്റ് പ്രോഫിറ്റബിൾ പ്രോജക്റ്റ് ഫസ്റ്റ്. അപ്പം അങ്ങനെ ചെയ്യുന്ന സമയത്ത് ക്ലിയർ നമുക്ക് ഏറ്റവും നല്ല മെത്തേഡ് PI ആണ്. ക്ലിയർ? So PI will give you superior results when there is a capital rationing decision. Clear? Then in all cases except capital rationing, clear, NPV techniques is superior to PI. Clear? Capital rationing അല്ലാത്ത കേസിൽ, മ്യൂച്വലി എക്സ്ക്ലൂസീവ് അല്ലാത്ത പ്രോജക്റ്റുകളുടെ കേസിൽ NPV മെത്തേഡ് തന്നെയാണ് PIനേക്കാളും നല്ലത്. ക്ലിയർ? പ്രൊവൈഡഡ് ക്ലിയർ എമൗണ്ട് ഇൻവെസ്റ്റ്മെൻ്റ് ഒക്കെ സെയിം ആണ്. ക്ലിയർ? എക്കണോമിക് ലൈഫൊക്കെ മിക്കവാറും സെയിം ആണ്. അങ്ങനെയൊക്കെ ആണെങ്കിൽ എന്ത് തന്നെയാണ് നല്ലത്, NPV തന്നെയാണ് നല്ലത്. ഇനി എക്കണോമിക് ലൈഫ് വ്യത്യാസമാണെങ്കിലും NPV തന്നെയാണ് നല്ലത്. ഓക്കെ. സോ NPV is superior when, clear, except in the case of capital rationing decision. In the case of capital rationing decision, clear, PI method is superior. ഓക്കെ. അതാണ് ഏറ്റവും നല്ലത്. ഇതാണ് ഇതിൻ്റെ ഡിഫറൻസസ് എന്ന് പറയുന്നത്. ഇപ്പോൾ നമ്മൾ ഇതിൽ ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ടാവും അല്ലേ, ഇല്ലുസ്ട്രേഷൻ ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ടാവും, എടുത്ത് ചെയ്ത് നോക്കുക. കാരണം ഇത് NPVയുമായി ബന്ധപ്പെട്ടിട്ട് വളരെ സിമിലറായിട്ട് വരുന്നതുകൊണ്ടും വലിയ കോംപ്ലിക്കേഷനോ ഒന്നും ഇല്ലാത്തതുകൊണ്ടും എന്ത് ചെയ്യാം, നമുക്ക് എളുപ്പത്തിൽ കാൽക്കുലേറ്റ് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. ക്ലിയർ? പലപ്പോഴും നമ്മൾ ക്വസ്റ്റ്യനൊക്കെ വരുന്ന സമയത്ത് ഇതിൻ്റെ ഒരു കോമ്പിനേഷനായിട്ടായിരിക്കും വരിക. ക്ലിയർ? ഒരു പ്രോജക്റ്റിൻ്റെ ഇൻഫർമേഷനൊക്കെ തന്നിട്ട് അതിൽ 2, 3, 4 മെത്തേഡ് അനുസരിച്ചിട്ട് അക്സെപ്റ്റബിലിറ്റി സെലക്ട് ചെയ്യാനോ കണ്ടുപിടിക്കാനായിരിക്കും പറയുക. ക്ലിയർ? മേ ബി ARRO അല്ലെങ്കിൽ IRRO അല്ലെങ്കിൽ NPVയോ അതല്ലെങ്കിൽ ക്ലിയർ PIയോ ഇങ്ങനെയൊക്കെ ഏതെങ്കിലും ഒരു കോമ്പിനേഷനായിട്ട് കണ്ടുപിടിക്കാനായിരിക്കും പറയുക.
അപ്പോൾ നമ്മൾ എല്ലാ ടെക്നിക്സും മനസ്സിലാക്കി വയ്ക്കുന്നത് നന്നായിരിക്കും. So next we can see about a question clear, which is a comparative analysis between NPV and the PI. Clear? അപ്പോൾ അങ്ങനെ വരുന്നൊരു ക്വസ്റ്റ്യൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. സോ എ ഫേം whose cost of capital is 10%. Clear? Okay. Discount rate തന്നിട്ടുണ്ട്. Considering two mutually exclusive projects. രണ്ട് മ്യൂച്വലി എക്സ്ക്ലൂസീവ് പ്രോജക്ട്സ് ആണ് തന്നിരിക്കുന്നത്, എക്സും വൈയും. ഓക്കെ. അതിൻ്റെ ക്യാഷ് ഫ്ലോസ് തന്നിട്ടുണ്ട്. 0 പീരീഡിലെ ക്യാഷ് ഫ്ലോ തന്നിട്ടുണ്ട് ഇയർ. ക്ലിയർ? -1 lakh -70,000. എന്താ ഈ -0 പീരീഡ് എന്ന് പറഞ്ഞാൽ? ബിഗിനിങ് ഓഫ് ദ പീരീഡ് അല്ലെങ്കിൽ കറണ്ട്. ക്ലിയർ? ഇപ്പോഴത്തെ പ്രസൻറ്റ് പീരീഡ് എന്നർത്ഥം, അല്ലെങ്കിൽ ബിഗിനിങ് എന്നർത്ഥം. ക്ലിയർ? അവിടെ നമ്മൾ മൈനസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഔട്ട് ഫ്ലോ എന്നുള്ളത്. ക്ലിയർ? ഇപ്പോൾ പരീക്ഷയ്ക്ക് ഇങ്ങനെ വരികയാണെങ്കിൽ മൈനസ് ഫിഗർ ആയിട്ട് തന്നിട്ടുണ്ടെങ്കിൽ അതെന്താണ് വരുന്നത്? ഔട്ട് ഫ്ലോ ആയിട്ട് നമ്മൾ എടുക്കണം കേട്ടോ. So when there is a minus amount in the cash flow, clear, usually it will be taken as initial ആണെങ്കിൽ നമ്മൾ അതിനെ ഔട്ട് ഫ്ലോ ആയിട്ട് എടുക്കും. അതല്ല എങ്കിൽ ചിലപ്പോൾ നമുക്ക് ലോസ് ആയിട്ട് എടുക്കാം. ക്യാഷ് ഇൻഫ്ലോസിൻ്റെ ഇടയിലാണ് തന്നിരിക്കുന്നതെങ്കിൽ ലോസ് ആയിട്ട് എടുക്കണം. ക്ലിയർ? ക്യാഷ് ഔട്ട് ഫ്ലോസ് ആയിട്ടാണ് തന്നിരിക്കുന്നതെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഔട്ട് ഫ്ലോ ആയിട്ടാണ് എടുക്കുക. ക്ലിയർ? അപ്പോൾ ലോസും ഔട്ട് ഫ്ലോ. ഇവിടെ ഇൻഫ്ലോസ് എല്ലാം നമുക്ക് തന്നിരിക്കുന്നത് 0 പീരീഡ് എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ അത് ഇനീഷ്യൽ പീരീഡ് നമ്മൾ എന്താ ചെയ്യുക? ഇൻവെസ്റ്റ്മെൻ്റ് ആണ് ചെയ്യുക. അപ്പോൾ -1 lakh -70,000 means 1 lakh outflow, 70,000 outflow. Yeah, initial cost. Inflows തന്നിട്ടുണ്ട്. 2 വർഷത്തെ ഇതിൻ്റെ ലൈഫുള്ളൂ. ഫസ്റ്റ് ഇയർ പ്രോജക്റ്റ് എക്സ് 80,000 സെയിം എമൗണ്ട് ആണ്. ഇവിടെയാണെങ്കിൽ 60,000. ക്ലിയർ? നമ്മുടെ അടുത്ത് പറഞ്ഞിരിക്കുന്നത് ഇതാണ്. സജസ്റ്റ് ദ പ്രോജക്ട്സ്. ഏത് പ്രോജക്റ്റാണ് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത്? ക്ലിയർ? 2 മെത്തേഡ് അനുസരിച്ചിട്ടും, NPV അനുസരിച്ചിട്ടും പ്രോഫിറ്റബിലിറ്റി ഇൻഡെക്സ് അനുസരിച്ചിട്ടും നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യണം പറയുന്നത്. അപ്പോൾ നമുക്കൊരു കമ്പാരിറ്റീവ് അനാലിസിസ് ചെയ്യേണ്ടി വരും അല്ലേ. സോ കാൽക്കുലേഷൻ ഓഫ് NPV ആൻഡ് PI. നിങ്ങളുടെ സ്റ്റേറ്റ്മെൻറ്റ് വരയ്ക്കുക. അതിൽ നമ്മൾ കൊടുക്കേണ്ട കോളം എന്തൊക്കെയാണ്? ഇയർ കോളം. ക്ലിയർ? പിന്നെയോ ക്യാഷ് ഇൻഫ്ലോസ് നമുക്ക് വേണമെങ്കിൽ കൊടുക്കാം. ഇതിനിപ്പുറത്ത് എഴുതിയിട്ട് പ്രസൻറ്റ് വാല്യൂ ഫാക്ടറിന് ഇപ്പുറത്ത് വേണമെങ്കിൽ എഴുതാം. ക്ലിയർ? അങ്ങനെ എഴുതാം. ഇത് 2 പ്രോജക്റ്റ് ഉള്ളതുകൊണ്ട് പ്രസൻറ്റ് വാല്യൂ ഫാക്ടറിന് രണ്ടിനും സെയിം ആയതുകൊണ്ടാണ് ഇവരെന്ത് ചെയ്തിരിക്കുന്നത്? ഇവിടെ കൊടുത്തിരിക്കുന്നത്. ക്ലിയർ? PV ഫാക്ടർ എന്ന് എഴുതി ആദ്യം കൊടുത്തു at 10%. ക്ലിയർ? 2 വർഷത്തേക്കുള്ളത് കൊടുത്തു. ക്ലിയർ? ഇവിടെ രണ്ടും ആന്യൂറ്റി ആയതുകൊണ്ട് നമുക്ക് ആന്യൂറ്റി ഫാക്ടർ 2 വർഷത്തേക്ക് എടുത്താലും മതി. ക്ലിയർ? സോ ഇവിടെ നമുക്ക് എളുപ്പമാക്കാൻ വേണ്ടി പ്രസൻറ്റ് വാല്യൂ ഫാക്ടർ തന്നെ എടുത്തു. ക്ലിയർ? 10% നേർക്ക് ഒന്നാമത്തെ വർഷത്തിലുള്ളത് 0.909 ആണ്, രണ്ടാമത്തെ വർഷം 0.826. ഇത് 2 പ്രോജക്റ്റിനും അപ്ലിക്കബിൾ ആയതുകൊണ്ട് രണ്ടിനും എന്ത് ചെയ്തു? നമ്മൾ ഒരു കോമൺ ആയിട്ടാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. ദെൻ പ്രോജക്റ്റ് എക്സ്, പ്രോജക്റ്റ് വൈ. ക്ലിയർ? ക്യാഷ് ഇൻഫ്ലോസ് നമ്മൾ തന്നിട്ടുണ്ട്. ക്ലിയർ? രണ്ടിനെയും ക്യാഷ് ഇൻഫ്ലോസ് ചെയ്യുന്നതിന് വേണ്ടി ഇവിടെ കോളമായിട്ട് പ്രോജക്റ്റ് എക്സും കൊടുത്തു, പ്രോജക്റ്റ് വൈ കൊടുത്തു. ക്യാഷ് ഇൻഫ്ലോ, പ്രസൻറ്റ് വാല്യൂ, ക്യാഷ് ഇൻഫ്ലോ, പ്രസൻറ്റ് വാല്യൂ, ഇങ്ങനെയാണ് കൊടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് ക്യാഷ് ഇൻഫ്ലോസ് ആദ്യം എടുത്ത് എഴുതാം അല്ലേ. 0 പീരീഡിൽ എന്താണ്? -1 lakh മീൻസ് ഔട്ട് ഫ്ലോ ആണ്. പ്രസൻറ്റ് വാല്യൂ -1 lakh തന്നെ അല്ലേ, മാറ്റം വരുമോ? ഇല്ല. 0 പീരീഡിലെ വാല്യൂ എപ്പോഴും എന്താണ്? പ്രസൻറ്റ് വാല്യൂ ഫാക്ടർ വിൽ ബി 1 ആണ് അല്ലേ. അതുകൊണ്ട് 1 കൊണ്ട് ഏതൊരു എമൗണ്ടിനെ മൾട്ടിപ്ലൈ ചെയ്താലും അതേ എമൗണ്ട് തന്നെ കിട്ടും. ക്ലിയർ? എക്സിൻ്റെ വൈയുടെ കേസിലോ 70,000 ആണ്, 70,000 തന്നെ മൈനസ്. ക്ലിയർ? ദെൻ ഇൻഫ്ലോസിൻ്റെ കേസ് വരുമ്പോൾ 80,000. ഇനി എന്ത് ചെയ്യണം? അതിൻ്റെ പ്രസൻറ്റ് വാല്യൂ കണ്ടുപിടിക്കണം. സോ ഇൻറ്റു 0.909 ഇപ്പോൾ ചെയ്യുമ്പോൾ 72,720 കിട്ടി. ഇവിടെ വരുമ്പോഴോ 60,000 ആണ് ഫസ്റ്റ് ഇയറിൽ. അതിനെ ഇൻറ്റു 0.909 ചെയ്യുമ്പോൾ അല്ലേ നമുക്കിവിടെ കിട്ടുന്ന എമൗണ്ട് 54,540 കിട്ടും. ക്ലിയർ? അതുപോലെ അടുത്ത സെക്കൻഡ് ഇയറിൽ നമ്മൾ ചെയ്യുന്നു. ക്ലിയർ? ക്യാഷ് ഇൻഫ്ലോ എഴുതി 80,000 ഇൻറ്റു 0.826, so 66,080. Okay, then again 60,000 here in the case of y. Clear? Multiplied by the or with the present value factor, that will give you a present value of rupees 49,560. Clear? Then നമ്മൾ ടോട്ടൽ പ്രസൻറ്റ് വാല്യൂ എടുക്കുന്നു. ടോട്ടൽ പ്രസൻറ്റ് വാല്യൂ അല്ലെങ്കിൽ പ്രസൻറ്റ് വാല്യൂ ഓഫ് ടോട്ടൽ ക്യാഷ് ഇൻഫ്ലോ. ക്ലിയർ? അപ്പോൾ ഇത് രണ്ടും കൂടെ നമ്മൾ എന്ത് ചെയ്യണം? ക്യാഷ് ഇൻഫ്ലോസിനെ രണ്ടും കൂടെ കൂട്ടണം, ഇത് രണ്ടും കൂടെ കൂട്ടണം, എന്നിട്ട് ഇതിനെ കുറയ്ക്കണം. ക്ലിയർ? അപ്പം അങ്ങനെ കുറയ്ക്കുമ്പോൾ ഇത് രണ്ടും കൂടെ കൂട്ടുമ്പോൾ നമുക്ക് എത്ര കിട്ടുന്നു അല്ലേ? അതിൽ നിന്നും 1 lakh കുറയ്ക്കുമ്പോൾ എത്ര കിട്ടും? സോ ഇവിടെ ടോട്ടൽ കിട്ടുന്നത് 1,38,000 ആണ്. ദെൻ -1 lakh കൂടെ വരുമ്പോൾ നെറ്റ് എമൗണ്ട് NPV എത്ര കിട്ടും? സോ ദിസ് ഈസ് NPV, നെറ്റ് പ്രസൻറ്റ് വാല്യൂ ഈക്വൽ ടു 38,800. ഹിയർ ഈ കേസിലോ 1,04,000 അല്ലേ, 1,04,100 ഈസ് ദി ടോട്ടൽ പ്രസൻറ്റ് വാല്യൂ ഓഫ് ക്യാഷ് ഇൻഫ്ലോ. അതിന് 70,000 rupees മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 34,100. അപ്പോൾ NPV കിട്ടിയിരിക്കുന്നത് നോക്കുക. അണ്ടർ NPV മെത്തേഡ്
പ്രോജക്റ്റ് എക്സ് ഈസ് ഹാവിങ് 38,800 rupees ഓഫ് NPV. ഇവിടെയാണെങ്കിലോ 34,100 ആണ് NPV. NPV മെത്തേഡ് അനുസരിച്ച് ഏത് പ്രോജക്റ്റിനെ നമ്മൾ സെലക്ട് ചെയ്യുക അല്ലേ? എന്താ NPVയുടെ ക്രൈറ്റീരിയ? എ പ്രോജക്റ്റ് വിച്ച് ഈസ് ഹാവിങ് മ്യൂച്വലി എക്സ്ക്ലൂസീവ് പ്രോജക്റ്റ് ആണെങ്കിൽ എ പ്രോജക്റ്റ് വിച്ച് ഈസ് ഹാവിങ് ഹയസ്റ്റ് പോസിറ്റീവ് NPV ഷുഡ് ബി സെലക്റ്റഡ്. സോ അണ്ടർ NPV മെത്തേഡ് ഇത് രണ്ടും കൂടെ കമ്പയർ ചെയ്യുന്ന സമയത്ത് പ്രോജക്റ്റ് എക്സ് വിച്ച് ഈസ് ഹാവിങ് കമ്പാരിറ്റീവ്ലി ഹയർ NPV പോസിറ്റീവ് NPV വിൽ ബി ഐഡൻറ്റിഫൈഡ് ഫോർ ഇൻവെസ്റ്റ്മെൻറ്റ്. പ്രോജക്റ്റ് എക്സ് ആയിരിക്കും നമ്മൾ NPV മെത്തേഡിൽ ഇൻവെസ്റ്റ്മെൻറ്റിന് വേണ്ടി അഡ്വൈസ് ചെയ്യുക. ക്ലിയർ? ഇനി നമുക്ക് PI മെത്തേഡിലേക്ക് വരാം. PI മെത്തേഡിൽ എന്താണെന്ന് നമുക്കറിയാം അല്ലേ? എന്താ PI മെത്തേഡ്? PI ഈക്വൽ ടു ക്ലിയർ പ്രസൻറ്റ് വാല്യൂ ഓഫ് ക്യാഷ് ഇൻ ഫ്ലോ ഡിവൈഡ് ബൈ പ്രസൻറ്റ് വാല്യൂ ഓഫ് ക്യാഷ് ഔട്ട് ഫ്ലോ. പ്രസൻറ്റ് വാല്യൂ ഓഫ് ക്യാഷ് ഇൻ ഫ്ലോ നമ്മൾ നേരത്തെ കാൽക്കുലേറ്റ് ചെയ്ത് രണ്ടും കൂടെ കൂട്ടിയപ്പോൾ എത്ര കിട്ടി? 1,38,800. ക്യാഷ് ഔട്ട് ഫ്ലോ എത്രയാണ്? 1 lakh. So that is equal to 1.39. So this is the PI gross. Clear? Then ഇവിടെ വരുമ്പോഴോ വൈയുടെ കേസിൽ വരുമ്പോഴോ ക്ലിയർ ഇത് രണ്ടും കൂടെ നമ്മൾ കൂട്ടുന്ന സമയത്ത് നമുക്ക് കിട്ടുന്നത് 1,04,100 ആണ് പ്രസൻറ്റ് വാല്യൂ ഓഫ് ക്യാഷ് ഇൻ ഫ്ലോ. ഔട്ട് ഫ്ലോ എത്രയാണ്? 70,000. ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടും 1.49 കിട്ടും. ക്ലിയർ? അപ്പോൾ ഇതിൽ ഏതാണ് ബെറ്റർ? നമുക്കറിയാം PI മെത്തേഡിൽ പറയുന്നത് എന്താ? ക്ലിയർ പ്രോജക്റ്റ് വിച്ച് ഈസ് ഹാവിങ് ഹയസ്റ്റ് അല്ലേ PI വിൽ ബി ഐഡൻറ്റിഫൈഡ് ഫോർ പ്രോജക്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ്. ഇവിടെ PI എത്രയാണ് കിട്ടുന്നത്? 1.49 ആണ്. ക്ലിയർ? അപ്പോൾ നമ്മൾ ഏത് പ്രോജക്റ്റ് സെലക്ട് ചെയ്യുക? പ്രോജക്റ്റ് Y ആണ് PI മെത്തേഡ് അനുസരിച്ച് സ്യൂട്ടബിൾ ആയിട്ട് തോന്നുന്നത്. ക്ലിയർ? അപ്പോൾ ഇങ്ങനെ വരുന്ന മ്യൂച്വലി എക്സ്ക്ലൂസീവ് പ്രോജക്റ്റുകളിൽ ഈ മെത്തേഡ് പ്രോഫിറ്റബിലിറ്റി ഇൻഡെക്സിനായിരിക്കും കൂടുതൽ ഒരു എഡ്ജ് വരിക. ക്ലിയർ? എന്താ കാരണം? ഇത് നമ്മൾ നെറ്റാക്കി കൺവേർട്ട് ചെയ്യുമ്പോൾ എന്ത് വരുന്നത്? 39% പ്രോഫിറ്റബിലിറ്റി ഉള്ളൂ. ക്ലിയർ? ഇതിനെ നെറ്റാക്കി മാറ്റുമ്പോൾ എന്ത് വരും? 49% പ്രോഫിറ്റബിലിറ്റി വരും. അതായത് 70,000 രൂപ നമ്മൾ നിക്ഷേപിക്കുന്ന സമയത്ത് നമുക്ക് ക്ലിയർ 34,100 രൂപ നമുക്ക് എക്സ്ട്രാ കിട്ടും. ഇവിടെ 1,00,000 രൂപ നിക്ഷേപിച്ചിട്ടേ നമുക്ക് 38,800 കിട്ടുള്ളൂ. ക്ലിയർ? അപ്പോൾ ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ എമൗണ്ടുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് ഏതാ നല്ലത്? PI മെത്തേഡാണ് നല്ലത്. ക്ലിയർ? സോ അണ്ടർ പ്രോഫിറ്റബിലിറ്റി ഇൻഡെക്സ് മെത്തേഡ് പ്രോജക്റ്റ് Y ഈസ് മോർ അഡ്വൈസബിൾ ദാൻ പ്രോജക്റ്റ് X. ക്ലിയർ? ബിക്കോസ് ഇറ്റ്സ് PI വാല്യൂ ഈസ് ഗ്രേറ്റർ ദാൻ ദാറ്റ് ഓഫ് X. ക്ലിയർ? അപ്പോൾ ഇതാണ് ഈ കമ്പാരിസൺ ചെയ്യുമ്പോഴുള്ള വ്യത്യാസമായിട്ട് പറഞ്ഞിട്ടുള്ളത്. ഇതേ കേസ് തന്നെ ക്ലിയർ നമ്മൾ ഒരു പക്ഷേ മെത്തേഡുകൾക്കൊക്കെ ഉള്ളതാണ്. ഒരു മെത്തേഡിൽ നമ്മൾ ട്രൈ ചെയ്യുമ്പോൾ ഒരെണ്ണം ആയിരിക്കും സെലക്റ്റബിലിറ്റി, വേറൊരു മെത്തേഡ് ട്രൈ ചെയ്യുമ്പോൾ വേറൊന്നായിരിക്കും വരിക. ക്ലിയർ? സേ ഫോർ എക്സാമ്പിൾ കോൺഫ്ലിക്റ്റ് ബിറ്റ്വീൻ NPV ആൻഡ് IRR. NPVയും IRR നമ്മൾ കമ്പയർ ചെയ്യുകയാണെങ്കിൽ ക്ലിയർ അതിലും ഇത്തരത്തിലുള്ള കോൺഫ്ലിക്റ്റ് വരാൻ സാധ്യതയുണ്ട്. ക്ലിയർ? എന്തിനനുസരിച്ചിട്ടാണ് വരിക? സിഗ്നിഫിക്കൻറ്റ് ഡിഫറൻസ് ഇൻ സൈസ് അങ്ങനെ വരുന്ന പ്രോജക്റ്റുകളിൽ. ക്ലിയർ? അതുപോലെ തന്നെ പ്രോബ്ലം ഓഫ് ഡിഫറൻസ് ഇൻ ക്യാഷ് ഇൻ ഫ്ലോസ്. ക്ലിയർ? അതുപോലെ തന്നെ ഡിഫറൻസ് ഇൻ സർവീസസ് ലൈഫ് എക്കണോമിക് ലൈഫിൽ വരുന്ന വ്യത്യാസം. ഇതിനൊക്കെ അനുസരിച്ചിട്ട് ക്ലിയർ NPVയും അതുപോലെ IRRും തമ്മിലും വ്യത്യാസം വരാം. ക്ലിയർ? അപ്പം അതിനെ സംബന്ധിച്ചുള്ളൊരു ക്വസ്റ്റ്യൻ ആണ് ഇവിടെ ക്വസ്റ്റ്യൻ നമ്പർ ഇല്ലുസ്ട്രേഷൻ നമ്പർ 22 എന്ന് പറഞ്ഞിട്ട് നിങ്ങളെ സ്ക്രീനിൽ കാണുന്നത്. ക്ലിയർ? ഒരു പ്രോജക്റ്റ് അതിന് 50,000 രൂപയുടെ ഔട്ട്ഫ്ലോ ഉണ്ട്, ഇവിടെയും 80,000 രൂപയുടെ ഔട്ട്ഫ്ലോ ഉണ്ട്. രണ്ടിൽ വ്യത്യാസമുണ്ട്. ക്ലിയർ? അതിൻ്റെ ഫസ്റ്റ് ഇയറിൽ നമുക്ക് കിട്ടുന്ന ഇൻഫ്ലോ 68,500 ആണ്, 96,170 ആണ്. ഇതാണ് ഇൻഫ്ലോസ് എന്ന് പറയുന്നത്. ഈ രണ്ടെണ്ണേ ഉള്ളൂ. നമ്മുടെ പ്രോബ്ലം അല്ലെങ്കിൽ കാൽക്കുലേഷൻ എളുപ്പമാക്കാൻ വേണ്ടിയിട്ടാണ് ഒരു വർഷം മാത്രം തന്നിരിക്കുന്നത്. ഒറ്റ വർഷമേ ഉള്ളൂ എന്ന് വിചാരിക്കുക. 10% നമ്മുടെ റേറ്റ് ഓഫ് റിട്ടേൺ. ക്ലിയർ? അപ്പോൾ ഡിസ്കൗണ്ട് ചെയ്യുന്ന റേറ്റ് 10% വിചാരിക്കുക. നമ്മൾ എന്ത് ചെയ്യും? NPV വെച്ച് നമ്മൾ ആദ്യം നോക്കും അല്ലേ? അപ്പോൾ അങ്ങനെ NPV വെച്ച് നോക്കുകയാണെങ്കിൽ ഒരു വർഷത്തേക്കുള്ള പ്രസൻറ്റ് വാല്യൂ ഫാക്ടർ എടുത്തു. ക്ലിയർ? പ്രോജക്റ്റ് Aയും പ്രോജക്റ്റ് Bയും നമ്മൾ നോക്കി. 62,500 ഇൻഫ്ലോ ഇൻറ്റു അല്ലേ ഇത് വെച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്തു 0.909 ചെയ്തപ്പോൾ 56,812 കിട്ടി. ക്ലിയർ? 50,000 രൂപയാണ് നമ്മുടെ ഔട്ട്ഫ്ലോ. അപ്പോൾ പ്രസൻറ്റ് വാല്യൂ ഓഫ് ക്യാഷ് ഇൻഫ്ലോ മൈനസ് പ്രസൻറ്റ് വാല്യൂ ഓഫ് ക്യാഷ് ഔട്ട്ഫ്ലോ ചെയ്തപ്പോൾ 6,812 രൂപയാണ് NPV ആയിട്ട് കിട്ടുക. ക്ലിയർ? സോ അണ്ടർ NPV പ്രോജക്റ്റ് A വിൽ ഹാവിങ് എ പോസിറ്റീവ് NPV ഓഫ് 6,812. പ്രോജക്റ്റ് Bയുടെ കേസ് എടുത്ത് നോക്കുക. 80,000 അവിടെ ഔട്ട്ഫ്ലോ ആണ്, 96,170 ആണ് അവിടെ ഇൻഫ്ലോ. ക്ലിയർ? ഇൻറ്റു 0.909 ക്ലിയർ? പ്രസൻറ്റ് വാല്യൂ ഫാക്ടർ ചെയ്യുമ്പോൾ 87,480 ആയിട്ട് മാറും പ്രസൻറ്റ് വാല്യൂ. രണ്ടും നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ പ്ലസ് 7,418 കിട്ടി. ക്ലിയർ? സോ NPV ഈക്വൽ ടു 7,418. ക്ലിയർ? ഇത് രണ്ടും കമ്പയർ ചെയ്യുമ്പോൾ ഏതാണ് നല്ലത്? നമുക്ക് തോന്നും അല്ലേ 7,418 എക്സ്ട്രാ കിട്ടുന്ന ഈ പ്രോജക്റ്റ് നമ്മൾ NPV അനുസരിച്ച് സെലക്ട് ചെയ്യുള്ളൂ. പ്രോജക്റ്റ് B വിൽ ബി സെലക്റ്റഡ് അണ്ടർ NPV മെത്തേഡ് ബിക്കോസ് ഇറ്റ്സ് നെറ്റ് പ്രസൻറ്റ് വാല്യൂ ഈസ് ഗ്രേറ്റർ ദാൻ ദാറ്റ് ഓഫ് പ്രോജക്റ്റ് A. ക്ലിയർ? ഇവിടെ 6,812 ഉള്ളൂ, ഇവിടെ 7,418 ഉണ്ട്. അതുകൊണ്ട് പ്രോജക്റ്റ് B ആയിരിക്കും നമ്മൾ സെലക്ട് ചെയ്യുക. ഇനി നമ്മൾ IRR മെത്തേഡ് എടുത്ത് കാൽക്കുലേറ്റ് ചെയ്യുക. IRR മെത്തേഡിൽ നമുക്ക് അറിയാൻ പറ്റും അല്ലേ?
എന്താണ് അതിൻ്റെ കാൽക്കുലേഷൻ? സോ എസ്റ്റിമേറ്റഡ് പി വി ഫാക്ടർ നമ്മൾ നോക്കുമ്പോൾ 50,000 ദാറ്റ് ഈസ് ഇനീഷ്യൽ ഔട്ട്ഫ്ലോ ഡിവൈഡഡ് ബൈ അല്ലേ, ഔട്ട്ലേ ഡിവൈഡഡ് ബൈ ക്യാഷ് ഫ്ലോ, ആനുവൽ ക്യാഷ് ഇൻഫ്ലോ ചെയ്യുകയാണെങ്കിൽ ഒരു വർഷമേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ വേറെ പ്രോബ്ലം ഒന്നുമില്ല. 50,000 ഡിവൈഡ് ബൈ 62,500 റുപ്യ നമ്മൾ ഡിവൈഡ് ചെയ്തു. അങ്ങനെ ഡിവൈഡ് ചെയ്തപ്പോൾ നമുക്ക് എത്ര കിട്ടി? 0.8 കിട്ടിയെന്ന് വിചാരിക്കുക. ഇനി നമ്മൾ പ്രസൻറ്റ് വാല്യൂ ടേബിളിൽ ഇത് വെച്ച് നോക്കുകയാണെങ്കിൽ ഈ 0.8 എവിടെയാണ് വരിക നോക്കുകയാണെങ്കിൽ നമുക്ക് എവിടെയാണ് കിട്ടുക? 25%-ൻ്റെ അവിടെയാണ് കിട്ടുക. ക്ലിയർ? സോ an estimated PV factor of 0.8 ക്ലിയർ ഫോർ ദ ഇയർ 1. ഒരു വർഷമേ ഉള്ളൂ. അപ്പോൾ ഒരു വർഷത്തേക്ക് നമ്മൾ ഇങ്ങനെ നോക്കി പോയി കഴിഞ്ഞാൽ 25% വരുമ്പോഴേ 0.8 വരുന്നുള്ളൂ. ക്ലിയർ? അപ്പോൾ 25% ആണ് അതിൻ്റെ IRR എന്ന് പറയാൻ പറ്റും. അപ്പോൾ രണ്ടും അത് തുല്യമായിട്ട് മാറും ഈ റേറ്റിൽ. ക്ലിയർ? 25% വെച്ച് നോക്കിക്കഴിഞ്ഞാൽ 50,000 തന്നെ ആയിരിക്കും എവിടെയും വരിക. ക്ലിയർ? അപ്പോൾ 62,500 ഇൻറ്റു ഇതിൻ്റെ PV ഫാക്ടർ കൂടെ എടുത്ത് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ 50,000 ആയിട്ട് മാറും ആൾമോസ്റ്റ്. ക്ലിയർ? ഇനി ബിയുടെ നോക്കുക. 80,000 ഡിവൈഡഡ് ബൈ ഔട്ട്ഫ്ലോ ഡിവൈഡഡ് ബൈ ക്യാഷ് ഇൻഫ്ലോ 96,170. അപ്പോൾ 0.83 കിട്ടി. അത് നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു വർഷത്തിൻ്റെ നേർക്ക് ഇങ്ങനെ നോക്കി പോകുകയാണെങ്കിൽ 20% ആയിരിക്കും കിട്ടുക. ക്ലിയർ? അപ്പോൾ 20% വെച്ച് തന്നെ ഡിസ്കൗണ്ട് ചെയ്താൽ തന്നെ 80,000 റുപ്യ കിട്ടും. ക്ലിയർ? ഇനി അപ്പോൾ IRR ആണ് ഇത്. ക്ലിയർ? അപ്പോൾ പ്രോജക്റ്റ് എക്ക് IRR 25 ആണ്, പ്രോജക്റ്റ് ബിയുടെ IRR 20% ആണ്, ഇൻറ്റേർണൽ റേറ്റ് ഓഫ് റിട്ടേൺ. ക്ലിയർ? അപ്പോൾ ഇവിടെ ഏത് പ്രോജക്റ്റാണ് നല്ലത്? അണ്ടർ IRR മെത്തേഡ് അല്ലേ, മ്യൂച്വലി എക്സ്ക്ലൂസീവ് പ്രോജക്റ്റ് ആണെങ്കിൽ എ പ്രോജക്റ്റ് വിച്ച് ഈസ് ഹാവിങ് ഹയസ്റ്റ് ക്ലിയർ IRR. ഓക്കെ, ഹയസ്റ്റ് IRR വരുന്നതാണ് നമ്മൾ സെലക്ട് ചെയ്യുക. അപ്പോൾ ഏതാ സെലക്ട് ചെയ്യുക? പ്രോജക്റ്റ് എ ആയിരിക്കും നമ്മളിവിടെ സെലക്ട് ചെയ്യുക, പ്രോജക്റ്റ് ബി റിജക്റ്റ് ചെയ്യും. അപ്പോൾ നേരത്തെ NPV നോക്കിയപ്പോൾ പ്രോജക്റ്റ് ബി ആയിരുന്നു സെലക്ഷൻ, IRR നോക്കുമ്പോൾ പ്രോജക്റ്റ് ആണ്. ഇങ്ങനെ കോൺഫ്ലിക്റ്റിംഗ് ആയിട്ടുള്ള റിസൾട്ട് വരാനുള്ള സാധ്യത വരും. എന്തുകൊണ്ടാണ് അങ്ങനെ വന്നത് ഇവിടെ? ബിക്കോസ് ക്യാഷ് ഇൻഫ്ലോസിലും ക്യാഷ് ഔട്ട്ഫ്ലോസിലും എന്തുണ്ട്? വലിയ അന്തരമുണ്ട് അല്ലേ? പ്രത്യേകിച്ച് ക്യാഷ് ഔട്ട്ഫ്ലോസിൽ 50,000 ആണ്, ഇവിടെ 80,000 രൂപയാണ്. ക്ലിയർ? അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിലെന്ത് വരുന്നു? വ്യത്യാസം വരാം. ഓക്കെ, ഇങ്ങനെ കോൺഫ്ലിക്റ്റിംഗ് ഡിസിഷൻ വരാവുന്ന മെത്തേഡ്സ് പലപ്പോഴും വരാറുണ്ട്. ക്ലിയർ? അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഒരു മെത്തേഡ് മാത്രം നമ്മൾ സ്റ്റിക്ക് ഓൺ ചെയ്യാറില്ല. പലപ്പോഴും ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് ചെയ്യുമ്പോൾ ആക്ച്വൽ പ്രാക്ടീസ് നമ്മളൊരു ഇൻവെസ്റ്റ്മെൻറ്റിന് വേണ്ടി ബഡ്ജറ്റിംഗ് ചെയ്യുന്ന സമയത്ത് ഏത് പ്രോജക്റ്റാണോ നല്ലതെന്ന് തീരുമാനിക്കുന്നതിന് മുമ്പ് 1, 2, 3 മെത്തേഡുകളിലൂടെ നോക്കി എല്ലാത്തിനെയും ഒരു കമ്പാരിറ്റീവ് അഡ്വാൻസ് ഒക്കെ നോക്കിയിട്ടാണ് എന്ത് ചെയ്യുക? ഒരു പ്രോജക്റ്റ് സെലക്ട് ചെയ്യുക. ഓക്കെ.